എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠാചാര സഭയുടെ കുലദേവതാ ദർശനം എന്ന കുലദേവതാ ആരാധന പദ്ധതിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യം ഗുരു പൂജ ഗുരുനാഥൻ നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് പേര് ഗുരുപൂജ ചെയ്തു. അവരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. അതിന് തുടർച്ചയായിട്ട് ഗുരുനാഥൻ കുലദേവതയുടെ ആരാധന എങ്ങനെ ചെയ്യണം എന്നും കൃത്യമായി പറഞ്ഞു തരുന്നു. ആ പൂജ ഇന്നത്തോടെ ക്ലാസ് തീരും എന്ന് പറഞ്ഞാൽ കുലദേവതയുടെ പൂജ കഴിയും. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഗുരുനാഥൻ പറഞ്ഞു തരും. അപ്പം എല്ലാവരും വളരെ ശ്രദ്ധയോടെ, വളരെ സൂക്ഷ്മതയോടെ ക്ലാസ്സിലിരിക്കണം. ക്ലാസ് നയിക്കാൻ അമ്മയും വിശ്വേട്ടനെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വിശ്വേട്ടൻ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാധാരണ പോലെ ഗുരുകാരണവന്മാരെയും ഗുരു പരമ്പരയെയും കുലദേവതയെയും മാതാപിതാക്കളെ സ്മരിച്ച് അവർ മുന്നിൽ മനസ്സുകൊണ്ടെങ്കിലും നമസ്കരിച്ച് നമുക്കിത് ആരംഭിക്കാം. ശ്രദ്ധ പൂർണ്ണമായിട്ടുണ്ടാകട്ടെ. നമുക്കതിനവരോട് പ്രാർത്ഥിക്കാം. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവത. ഓം നമഃ ശിവായ. 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 വാമദേവർഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോ ദേവതാ. ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആനന്ദമാനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജബോധരൂപം യോഗീന്ദ്രമീഢ്യം ഭവരോഗവൈദ്യം ശ്രീമദ്ഗുരും നിത്യമഹം ഭജാമി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ഡമഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗജാനനം ഭൂതഗണാധിസേവിതം
കവിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ആ ബ്രഹ്മാണ്ഡ പിപീലികാന്ത തനുഭൃസുജൃംഭമാണസ്ഫുടം ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഭാസകതയാ സർവത്രയാ ദിവ്യതി സാ ദേവി ജഗദംബികാ ഭഗവതി ശ്രീരാജരാജേശ്വരി ശ്രീവിദ്യാ കരുണാനിധി ശുഭകരി ഭൂയാത് സദാ ശ്രേയസി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അപ്പോൾ നമ്മൾ ഗുരുദേവതാചരണത്തിൽ ഗുരുവിൻ്റെ പൂജ കഴിഞ്ഞു, ഭസ്മധാരണവും പഞ്ചാക്ഷരവും കഴിഞ്ഞു, ഗുരുവിൻ്റെ പൂജ കഴിഞ്ഞു. ഇന്ന് കുലദേവത നിവേദ്യക്രമം കഴിഞ്ഞ് അവിടെ എത്തി നിൽക്കാം. വീണ്ടും ഒരു പ്രാവശ്യം പൂജ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ കുലദേവതയെ ദൃഢമായി സങ്കല്പിച്ച് തുളസിയുടെ കരുത്ത് നേരത്തെ അതേ പൂജാഗ്രഹം ജല ഗന്ധ പുഷ്പധൂപ പൂജ അത് ആവർത്തിച്ചു മാത്രമേ ഒരു പ്രാവശ്യം പോലെ. ഇത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിവേദ്യം കഴിഞ്ഞ് ചെയ്യുന്ന പൂജ നട അടച്ചിട്ടാണ് അമ്പലങ്ങളിൽ ചെയ്യുന്നത്. ക്ഷേത്ര സ്ഥാനത്ത് അടച്ചിട്ടാണ്. ആ സമയത്താണ് അവിടെ വാദ്യം ഉണ്ടാവുക. അതുപോലെ തന്നെ നൃത്തവും ചില രാവുകളിൽ നർത്തകൻ ഉണ്ടാകുന്ന ആ സമയത്താണ്. ആ സമയത്താണ് സംഗീതം ചില സോപാന സംഗീതങ്ങളുണ്ടാവും നമുക്ക് കാണാൻ കഴിയും. അതിനർത്ഥ ആ പൂജ പ്രസന്ന പൂജ എന്നാണ്. അതടച്ചത് നിവേദ്യം കഴിഞ്ഞ് ചെയ്ത പൂജ. ദേവത നിവേദ്യം സ്വീകരിച്ച് പൂജ കഴിഞ്ഞ് നിവേദ്യം സ്വീകരിച്ച് പ്രസന്നമായിരിക്കുന്ന പ്രസന്ന ഭാവത്തിൽ ഇരിക്കുന്നു ആ സമയത്തെ പൂജയാണ് പ്രസന്ന പൂജ എന്ന് പറയുന്നത്. ശരിക്കും ആ സമയത്ത് എന്ത് ചോദിച്ചാൽ നമുക്ക് ലഭിക്കും, ഇതൊരു പ്രത്യേകത. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ മതി, നമുക്ക് ലഭിക്കുന്നതല്ലോ. അപ്പൊ അങ്ങനെ ആചരിക്കുന്ന ക്രമമാണ് പ്രസന്ന പൂജ. ലഘുവായിട്ട് പൂജ, പഞ്ചോപചാരമായിട്ടുള്ള പൂജ അത്രയേ ഉള്ളൂ. ആദ്യം ജലം കൊണ്ട് 3 പ്രാവശ്യം സങ്കല്പിച്ച് ഗുരു ദേവതയെ ദൃഢമായി സങ്കല്പിച്ച് 3 പ്രാവശ്യം ജലം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ചന്ദ്രജലം എടുത്ത് തുളസി കഴുത്തിട്ട് ചന്ദ്രജലം കൊടുക്കുന്നു 3 പ്രാവശ്യം. ജലം, ഗന്ധം, പിന്നെ പുഷ്പാക്ഷരങ്ങൾ 3 പ്രാവശ്യം പുഷ്പാക്ഷരം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പ്രണവജലം ഓം നമ എന്ന് പറയും. ചന്ദ്രൻ കഴിഞ്ഞ് ഓം നമ, പിന്നെ പുഷ്പാക്ഷരം കൊടുത്ത് ഒരു പ്രണവജലം, പിന്നെ മണിയടിച്ചുകൊണ്ട് ധൂപം കാണിക്കുക, ഒരു ചന്ദ്രത്തിൽ കത്തിച്ച് കാണിക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രണവജലം, പിന്നെ ഓം നമ എന്ന് പ്രണവജലം. അത് കഴിഞ്ഞ് ദീപം കുടികളെ കാണിച്ച് ദീപം സമാപിക്കാം. കേട്ടല്ലോ, കാണിച്ചു. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞു. വീണ്ടും ഒരു പ്രാവശ്യം ജലം കൊടുക്കാം. അവസാനം ഒരു പ്രാവശ്യം ജലം കൊടുക്കും. കൽപ്പിച്ച് ദീപം കാണിച്ചിട്ട് പിന്നെ വീണ്ടും ജലം കൊടുക്കണം. അപ്പം ജലം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, ജലം, ഇതിന്റെ ക്രമം. ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലം, അതിന്റെ ക്രമമാണ്. കേട്ടല്ലോ. അപ്പോൾ അതിനകത്ത് ധൂപം ദീപം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണിയടിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കുലദേവതാചരണ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വെള്ളരി ചൊരിയുക ഇത് ചടങ്ങ്. വെള്ളരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പച്ചക്കറി വെള്ളരി ഒന്നുമല്ല, വേവിക്കാത്ത അരി.
അതാണ് സാധാരണ പണ്ട് കാലങ്ങളിൽ കുലദേവി ഏറ്റവും ശക്തമായിരിക്കുന്ന നിവേദ്യങ്ങളിൽ ഒന്നാണ് വെള്ളരി. പൂർണ്ണ സമർപ്പണം. കാരണം ഇവിടെ ശരിക്കും ഉണങ്ങലരിയാണ് വേണ്ടത്. ആ ഉണങ്ങലരി തവിട് പോവാൻ പാടില്ല ശരി. കാരണം വെച്ചാൽ നെല്ലിന്റെ ഉമി മാത്രം പോകാൻ പാടില്ല. ക്ഷതം ഉണ്ടാവരുത്. അക്ഷതം എന്നാണ് പറയുന്നത്. പൂർണ്ണമായ ഈ നുറുക്കരി പറ്റില്ല കേട്ടോ. നുറുക്കി ചെയ്യുന്നത് ശരിയല്ല. പലപ്പോഴും പല അവസരങ്ങളും പായസമാകാൻ നുറുക്കരി നല്ലതായതുകൊണ്ട് അത് ചെയ്യും. അതല്ല ശരി. ക്ഷതമില്ലാത്ത പൂർണ്ണത. അപ്പൊ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ദേവന് സമർപ്പിക്കുന്നതാണ് വെള്ളരിയുടെ പ്രതീകം. നമ്മുടെ ശരീരം എന്ന് പറയുന്ന അന്നമയ കോശമാണല്ലോ. ശരീരം 6 മാസം കഴിഞ്ഞാൽ അമ്മ കഴിക്കുന്ന ആഹാരം കൊണ്ട് പോഷണപ്പെടുന്ന ശരീരം അങ്ങനെ വളർന്ന് പിന്നെ ജീവിതം മുഴുവൻ അന്നം കഴിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിന് പോഷണം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പോഷണം വരുന്ന ആ ശരീരം അന്നമയ കോശം അത് പൂർണ്ണമായിട്ട് ദേവതയ്ക്ക് സമർപ്പിക്കുന്ന പ്രതീകമായിട്ടാണ് വേവിക്കാത്ത പൂർണ്ണതയുള്ള അരി സമർപ്പിക്കാൻ കാരണം കേട്ടത്. അപ്പൊ ഇങ്ങനെ ദേവതയ്ക്ക് മുമ്പ് ഒരു ഇല വെച്ച് നാക്കര സാധാരണ വെക്കേണ്ടത്. കിട്ടിയില്ല എന്ത് വേണം ചെയ്യാം, പക്ഷെ നാക്കര വെക്കണം. അതിന് നാക്ക് ദേവതയ്ക്ക് അഭിമുഖമായിരിക്കണം. ദേവതയ്ക്ക് ഭാഗം അതായത് ത്രികോണം പോലെ എടുത്ത് ആ ത്രികോണത്തിന്റെ ഭാഗം അങ്ങോട്ടായിരിക്കണം. ദേവതയ്ക്ക് അഭിമുഖമായിരിക്കണം. നമുക്ക് നേരെയല്ല, ദേവതയ്ക്ക് നേരെയാണ് അത് വേണ്ടത്. കുറച്ച് പാത്രത്തിൽ കുറച്ച് ഉണങ്ങലി എടുത്ത് 2 കൈ കൊണ്ടും ഇലയിലേക്ക് ചൊല്ലുക. അത് 2 കൈ കൊണ്ട് എടുക്കും. ഒരു പാത്രം 2 കൊണ്ട് എടുക്കും. 2 ഇലയിലേക്ക് ഇലയിലേക്ക് ചൊല്ലും. അങ്ങനെ 3 പ്രാവശ്യമെങ്കിലും ചെയ്യാം. ഒരു കണക്കൊക്കെ ഉണ്ട് ശരിക്കും. 2 കാലത്ത് അങ്ങനെ ഏരിയ കണക്കിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട. അടിച്ചു. എന്നിട്ട് ഒരു നാളികേരം സങ്കല്പിക്കാം. നാളികേരം ഇപ്പൊ നമുക്കറിയാം ശബരിമലയിൽ പോകുന്ന നാളികേര നെയ്ത്തേങ്ങ കൊണ്ടുപോകാം. കാരണം നാളികേരം മനുഷ്യന്റെ പ്രതീകമാണ്. നാളികേരത്തിൻ്റെ ഒരു ചിരട്ടയുണ്ട്, അതിൽ കാമ്പുണ്ട്, അതിൽ ജനമുണ്ട്. 3 സാധനം. 3 വസ്തു ചേർന്ന നാളികേര. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യൻ സ്ഥൂല ശരീരമുണ്ട്. കാണുന്ന കട്ടിയുള്ള പ്രത്യാത്മകമായിരിക്കുന്ന ശരീരം. അവിടെ അന്നമായ കോശം എന്നൊക്കെ പറയുന്ന സ്ഥൂല ശരീരം, മരിച്ച മുതൽ തൊക്ക് വരെയുള്ള ശരീരം. അവിടെ ചൈതന്യമുണ്ട്, പ്രാണശക്തിയുണ്ട്. അതാണ് സൂക്ഷ്മ ശരീരം. അവിടെ അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരീയമായ ചൈതന്യമാകുന്ന കാരണജലവും കാരണശരീരവും. ഇളനീരിൻ്റെ ഉള്ളിൽ വെള്ളത്തിലേക്ക് കാരണജലം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് നാളികേരെടുത്ത് തൻ്റെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ശരിക്കും പ്രാർത്ഥിക്കും. ഞാൻ പൂർണ്ണമായിട്ട് അങ്ങനെ സമർപ്പിക്കുന്നു പ്രാർത്ഥിച്ച്. സാധനം ഒഴിഞ്ഞു വെക്കുന്നതല്ല ശരി, സങ്കല്പിച്ച് വെക്കുന്നതാണ് ശരി. കാരണം തൻ്റെ ദുരിതത്തെ ഒന്നുമല്ല ഒഴിഞ്ഞു വെക്കുന്നു, തന്നെ കൊടുക്കാം. പല സങ്കല്പം നാളികേരൊക്കെ ഒഴിഞ്ഞിട്ടാണ് ആളിച്ച് കൊടുക്കുക. അങ്ങനെയല്ല. കൈയെടുത്ത് പ്രാർത്ഥിക്കുക. താൻ പൂർണ്ണമായിട്ട് ദേവതയ്ക്ക് സമർപ്പിക്കുന്നു. ശരണാഗതി അടയുക. ദേവതയാണെങ്കിലും ഗുരുവാണെങ്കിലും ഇവിടെ ശരണാഗതി അടഞ്ഞാൽ രക്ഷിക്കേണ്ട ചുമതല അവർ ഏറ്റെടുക്കും. ദുരിതം മാത്രം കൊടുത്താലോ അതൊരു ദുരിതമായിട്ട് ഒരു ദേവത ദുരിത സമർപ്പിക്കുന്ന സ്ഥലമല്ല ദേവത. അങ്ങനെ ഇടക്കാലത്ത് വന്നൊരു അന്ധവിശ്വാസം തൻ്റെ ദുരിതം മുഴുവൻ ദേവതയ്ക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യേണ്ടതല്ല, തന്നെ കൊടുക്കാൻ വേണ്ടത്. അപ്പോഴാണ് ദേവത നമ്മൾ അനുഗ്രഹിക്കുക, പ്രസാദം ഉണ്ടാവും. കാരണം നമ്മുടെ ദോഷം മാത്രം ദേവത പറഞ്ഞാൽ പോലും നമ്മുടെ നല്ല ഗുണങ്ങൾ ആര് തന്നതാ? എല്ലാം ഈശ്വരൻ തന്നതല്ലേ. നല്ലതും ചീത്തയൊക്കെ ഈശ്വരൻ തരുന്ന. ചീത്ത മാത്രം ഇപ്പൊ പല ധാരാളം ഈശ്വരൻ എനിക്ക് ഇന്ന ദുഃഖം വരുത്തിയില്ലെന്നാ പറയുക. എനിക്ക് ഇന്ന നല്ലത് വരുത്തിയില്ല നമ്മൾ പ്രാർത്ഥിച്ചൂടെ? നന്ദി കാണിക്കണ്ടേ? ഇനി നല്ലത് കിട്ടിയാൽ നന്ദി നമ്മൾ ഈശ്വരനോട് പറയണ്ടേ? ഞാനിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. ഇത് കാരണം ഈശ്വരാനുഗ്രഹമാണ്. സ്വപരിശ്രമം കൊണ്ട് ആർക്കും ജീവിതം ജയിക്കാൻ പറ്റില്ല. അത് വേണ്ട പോലെ അവൻ ഈശ്വരാനുഗ്രഹം വേണം. ആ ഈശ്വരനെ മുഴുവൻ സമർപ്പിക്കുക. തന്നെ മാം മദീയഞ്ച സകലമസ്മിൻ എന്നാണ്. താനും തൻ്റെതായ മുഴുവനും എന്നെയും എനിക്കുള്ള മുഴുവനും സമർപ്പിക്കും. കേട്ടല്ലോ. അപ്പൊ അതിന്റെ സങ്കല്പമാണ് നാളികേരം സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് അതിന് അരിയും കൊടുക്കുക. പിന്നെ ഒരു 3 വെറ്റിലയും അടയ്ക്കയും ദക്ഷയും കൂടി ചേർത്ത് സമർപ്പിക്കണം. അപ്പൊ അടയ്ക്ക മുറിക്കണം. അടയ്ക്ക ശരി അതേപടി അടയ്ക്ക വെക്കാൻ പാടില്ല. അത് മുറിച്ചിട്ടാണ് വെക്കേണ്ടത്. 5 ചെറിയ കഷ്ണം വെച്ചാൽ 5 കഷ്ണമാക്കി ഒരു അടയ്ക്ക. അപ്പൊ വെറ്റില 3 വെറ്റിലെങ്കിലും വേണം. ഒരു സമർപ്പിക്കും. എന്നിട്ട് തൊഴുത്
നമസ്കരിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് എന്ത് ആവശ്യമാണ് ദേവതയോട് ചോദിക്കാം കേട്ടോ, എന്ത് വേണമെങ്കിലും ചോദിക്കാം. കാരണം ഈശ്വരൻ ശിക്ഷിക്കുന്ന ആളല്ല. എന്ത് ചോദിച്ചു തരും. വാത്സല്യമൂർത്തിയാണ് നമ്മുടെ കുലദേവത. ചോദിക്കാം. അവിടെ തൊഴുത് നമസ്കരിക്കാം. അപ്പൊ ഈ സമയത്ത് നമുക്ക് കുടുംബാംഗങ്ങളെ മറ്റുള്ളവർക്കും ഒന്നുകിൽ വെവ്വേറെയായിട്ട് നാക്കില വെച്ചുകൊണ്ട് അതാത് ആളുകൾക്ക് ഈ വെള്ളരി സമർപ്പിക്കുന്ന നല്ല ഗുണം കണ്ടിട്ടുണ്ട്. നമ്മുടെ വിശേഷമുള്ള വീട്ടിൽ ഒരു പൂജയൊക്കെ നടത്തി വെള്ളരി സമയം നല്ലതാണ്. കുട്ടികളുടെ പരീക്ഷ വരുന്നു, നമുക്കൊരു പൂജയൊക്കെ ചെയ്ത് ആ കുട്ടികളെ കൊണ്ട് കൂടി നമുക്കൊരു വെള്ളരി സമർപ്പിക്കാം. ഇനി അല്ല വെവ്വേറെ വെക്കുന്നില്ലെങ്കിൽ ഈ അരിയിൽ തന്നെ വീണ്ടും അരി വേറെ അരി എടുത്തിട്ട് അതിലേക്ക് ഇട്ടാൽ മതി, ചൊരിയാനും കേട്ടല്ലോ. അപ്പോൾ നല്ലത് ഓരോരുത്തരെയും പ്രാർത്ഥനയ്ക്കനുസരിച്ച് വെവ്വേറെ കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യാം കേട്ടല്ലോ. അപ്പം അങ്ങനെ അവിടെ നമസ്കരിക്കും പൂർണ്ണമായിട്ട്. അപ്പം പൂജ കഴിഞ്ഞു. കർപ്പൂരം കത്തിക്കുക അവിടെ. ആ സമയത്ത് കർപ്പൂരം കത്തിക്കാവുന്നത്. കർപ്പൂരം എടുത്ത് കത്തിച്ച് ആരതി ഒഴിയുക. ആ ദേവന്റെ സങ്കല്പത്തിൽ ദേവത മനസ്സിൽ കണ്ടുകൊണ്ട് ദേവതയുടെ ശിരസ് പാദം വരെ ഒഴിയുക. കർപ്പൂരം ഒഴിയുക. കർപ്പൂര ആരതി ചെയ്യുക. ഇപ്പൊ നമ്മൾ വീടുകളിൽ വിളക്ക് വെച്ചാൽ പൂജിക്കുന്നെങ്കിൽ രണ്ടും അടുത്തത് തന്നെ ഉണ്ടാവുക. അപ്പൊ ഈ സമയത്ത് നേരത്തെ അപ്പൊ അങ്ങനെ വരും. ഗുരുവിൽ നേരത്തെ കർപ്പൂരം കത്തിക്കാൻ അവിടെ ചെയ്യേണ്ട, ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യുക. പക്ഷെ ദേവതാ സ്ഥാനങ്ങളിൽ രണ്ട് സ്ഥലത്തായിരിക്കും. അപ്പൊ ഒന്നിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഗുരുവിന്റെ പൂജ മുഴുവൻ കഴിഞ്ഞ ശേഷം കുലദേവതയുടെ പൂജ ചെയ്യണം എന്നാണ് പറയുന്നത്. കേട്ടല്ലോ. അപ്പൊ ഒരു കർപ്പൂരം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂവെടുത്ത് കർപ്പൂരത്തിന് ചുറ്റി കുലദേവതയെ സമർപ്പിക്കുക, ഗുരുവിന് മുമ്പ് സമർപ്പിക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് പുഷ്പാക്ഷ കുടുംബാംഗങ്ങൾക്കെല്ലാം കൊടുക്കാം. അവിടെ പങ്കെടുക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുമ്പോൾ ആൾക്കാരും കൊടുക്കുക. അവരും പുഷ്പം സമർപ്പിച്ച് തൊഴുത് നമസ്കരിക്കട്ടെ എല്ലാവരും. ഒരു കുലദേവത തനിക്ക് മാത്രമല്ല, ഒരു പൂജയും തനിക്ക് മാത്രമല്ല. ആ പൂജ എല്ലാവർക്കും പ്രപഞ്ചത്തിന് വേണ്ടിയുള്ളതാണ്. എല്ലാ പൂജയും ഏത് പൂജയാണെങ്കിലും, പ്രത്യേകിച്ചും കുലദേവ കുടുംബത്തിനുള്ളതാണ്. അതിനുശേഷം അവിടുന്ന് പുഷ്പപ്രസാദവും ചന്ദനമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. വെച്ചിട്ട് പ്രസാദം എടുത്ത് വയ്ക്കാം. വീണ്ടും നമസ്കരിക്കുക. അപ്പോൾ പുസ്തകം കൊടുക്കാം. വീണ്ടും നമസ്കരിച്ച് ദേവതയുടെ വിളക്കിൽ നമ്മൾ സമർപ്പിച്ച പൂവുണ്ടല്ല, ഒരു പൂവെടുത്ത് ഘ്രാണിച്ച് പൂവെടുത്ത് ശിരസ് വയ്ക്കുക. ആ ചൈതന്യം തന്നിലേക്ക് വന്നു എന്ന് സങ്കല്പിക്കുക. ഒരു പൂവെടുത്ത് ഘ്രാണിക്കുക, മണത്ത് കളയും. ഒരുപാട് ഘ്രാണിക്കുക, മണക്കുക. അപ്പം കളഞ്ഞാൽ മതി കേട്ടല്ലോ. ഇതേപോലെ ഗുരുവിന്റെ മുന്നിൽ നിന്നും ചെയ്യണം, ഉദ്വസിക്കണം. ഇതാണ് ഉദ്വാസനം എന്ന് പറയുന്നത്. പ്രാർത്ഥിച്ച് അവിടെ കൊണ്ടുവരുന്ന ആവാഹനം അപ്പോൾ ആവാഹിച്ച് എന്തോ കട്ടായിപ്പോയി. റേഞ്ചിന്റെ പ്രശ്നമാണ്. ഭയങ്കര മഴ ഉണ്ടായിരുന്നു അവിടെ ഇതുവരെ, ഇപ്പം മഴയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം, സമർപ്പിക്കാം കേട്ടല്ലോ. ഇപ്പൊ ഗുരുവിന്റെ മുന്നിൽ അവസ്ഥയും എന്നിട്ട് ഗുരുവിന് സമർപ്പിക്കുമ്പോൾ അവസാനീയാർഘ്യമിതം എന്ന് ചൊല്ലി ഗുരു നിർവഹിക്കണം. കാരണം ഗുരുവിൽ നിന്നാണ് തുടങ്ങിയത്, ഗുരുവിന്റെ അവസാനിപ്പിക്കും. വീണ്ടും അവിടെ നമസ്കരിച്ച് ഒരു ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പൊ ഗുരുവിൽ ചെയ്യുന്ന സമയത്ത് കുലദേവതയുടെ മുൻപിൽ നിന്ന് ഒരു വിളക്കെടുത്ത് ശിരസിൽ വെച്ച് ഒരു പൂവെടുത്ത് വിളക്കിൽ ശിരസിൽ വെച്ച് ഒരു പൂവെടുത്ത് കാണിച്ചാൽ മതി. ഗുരുവിന്റെ മുന്നിൽ പൂജ അവസാനിക്കാൻ വേണ്ടി ഗുരുവിന് അനുജ്ഞ വാങ്ങിക്കണം. കാരണം തുടങ്ങുമ്പോഴും അനുജ്ഞ വാങ്ങിച്ചിട്ടുണ്ട്, അവിടെ അവസാനിക്കുമ്പോഴും അതിനും ഒരു അനുജ്ഞ വാങ്ങിക്കണം. അപ്പൊ അവിടെ അവസാനീയ അർഘ്യമിതം എന്ന് പറയുന്ന തുള്ളി വെള്ളം, അർഘ്യം ജലം, അവസാനിക്കുന്നു എന്ന് പറഞ്ഞൊരു ഇതിനുള്ള അനുഗ്രഹം വാങ്ങിക്കുക, ഒരു അനുജ്ഞ വാങ്ങിക്കുക. അവിടെ നമസ്കരിച്ച് ഒരു പൂവെടുത്ത് ശിരസിൽ വയ്ക്കുക. വീണ്ടും ഒരു പൂവെടുത്ത് ധ്യാനിച്ചു കഴിഞ്ഞു. ഇത്രയും ലളിതമാണ് കുലദേവതയുടെ പൂജ കേട്ടല്ലേ, ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരു 2 ആഴ്ച ക്ലാസ് ഉണ്ടാവും. കാരണം ഇത് നമ്മൾ പൂജയുടെ സങ്കല്പവും മന്ത്രവും ഉപയോഗിക്കുന്നില്ല സാധാരണ. ചില സ്ഥലത്ത് ഭദ്രകാളിയാണെന്നറിയാം, വേറെ ദേവദേവനാണെന്നറിയാം.
എന്നാൽ പോലും നമ്മൾ കാരണം പൂർവികർ ഉപയോഗിച്ചിരുന്ന മന്ത്രം എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പം ഭദ്രകാളിയാണെങ്കിൽ തന്നെ പലതരം ഭദ്രകാളികളുണ്ടാവും. പല തരത്തിലുള്ള സങ്കല്പങ്ങൾ ഭദ്രകാളിക്ക്. കുറേ മന്ത്രങ്ങളുണ്ട്. പണ്ട് കാലത്ത് പലയിടത്തും ഭാഷാമന്ത്രങ്ങൾ ഉപയോഗിച്ചത്. അത് പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ടാകാം. അത് നമുക്ക് അറിയുമെങ്കിൽ അത് ചെയ്യാം. പാരമ്പര്യമായി ഉപദേശമായി കിട്ടിയ മന്ത്രങ്ങളോ നിങ്ങളുടെ കാരണവന്മാർ എഴുതി വെച്ച പുസ്തകങ്ങളിലുള്ള മന്ത്രങ്ങളോ അത് ഉപയോഗിക്കാം. അല്ലാതെ ഉപദേശമായി കിട്ടുന്ന മന്ത്രങ്ങൾ, പുറമേ നിന്ന് കിട്ടുന്ന മന്ത്രങ്ങൾ ഉപയോഗിക്കരുത്. ഞാൻ ഭദ്രകാളിയാണെന്ന് വെച്ചിട്ട് ഒരു മന്ത്രം നമ്മൾ ഒരാളോട് പോയി എനിക്ക് ഭദ്രകാളി മന്ത്രം വേണം നമ്മൾ സ്വീകരിച്ച് അതുകൊണ്ട് പൂജ ചെയ്യാതെ ഉപയോഗിക്കരുത്. അത് മിക്കവാറും ശരിയാവില്ല. അത് ഒരു പ്രതികൂലമായ ഫലങ്ങൾ പലപ്പോഴും കാണുന്നു. അതുകൊണ്ട് സങ്കല്പത്തിലാണ് കുലദേവത പൂജ ചെയ്യേണ്ടത്. പക്ഷെ നമുക്കൊരു ഉൾക്കരുത്ത് വേണം. ആ ഉൾക്കരുത്തിന് നമ്മൾ ഭദ്രകാളി മന്ത്രം ഉപദേശം തരും. കേട്ടല്ലോ? അത് അടുത്ത ആഴ്ച അത് ഉപദേശിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ആഴ്ച കഴിയുമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് സംശയം ചോദിച്ച ശേഷം ഇപ്പോൾ സമയം 8 മണിയാകുന്നല്ലേ ഉള്ളൂ. ഇഷ്ടംപോലെ സമയമുണ്ട്. ഏതായാലും വല്ല സംശയം എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ പൂജയൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്യണം. കാരണം എല്ലാവരും പൂജ ചെയ്യണം. പ്രത്യേകിച്ചും കർക്കിടക മാസം വരാൻ പോവാണ്. കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ട് 7 12 ദിവസങ്ങൾക്ക് ഈ പൂജ ചെയ്യണം. നിർബന്ധമായിട്ട്. കാരണം ഭയങ്കര മാറ്റം വരുന്ന ഉറപ്പാണ്. അപ്പോൾ ഇത് ഒരു സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നോട്ട് വളരെ കൃത്യമാണ്. അത് കുറേ പ്രാവശ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. വല്ല സംശയമുണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ. ഏത് ചോദ്യം മറുപടിയില്ല. അല്ലെങ്കിൽ ശ്യാമിൻ്റെയോ എൻ്റെയോ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ഏത് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ബന്ധപ്പെട്ട നമ്പറുകളുണ്ട്. ആ നമ്പർ ചോദിച്ചാൽ കൃത്യമായിട്ട് എന്ത് സംശയമുണ്ട് സംശയം തീർക്കണം. ഇത് കേവലം ഒരു പൂജാ ക്ലാസ് നടത്താൻ വേണ്ടി നടത്തുന്നതല്ല. അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ ഹൈന്ദവ കുടുംബങ്ങളിൽ മാറ്റം വരണം. അതിന് വേണ്ടത് കുലദേവതാചരണമാണ്. അത് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ പരിചയമുള്ള മുഴുവൻ ആൾക്കാരെ പഠിപ്പിച്ചു. ആര് വേണ്ടത് പറഞ്ഞു കൊടുക്കാം. കേട്ടല്ലോ? കാരണം ഇത് പാരമ്പര്യം വന്നൊരു സംഗതി. ഇത് ശിഷ്ടാചാര സഭ ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല. പാരമ്പര്യമായിട്ട് പകർന്നു വന്നിരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ പുനരുദ്ധരിക്കുന്നു, പുനഃസ്ഥാപിക്കുന്നു. പുനരുദ്ധരിക്കുന്നു പറയാൻ നിർത്തിയില്ല. പുനഃസ്ഥാപിക്കുന്നു. വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഒരു ശ്രമം മാത്രമാണ്. ഈ ക്ലാസ്സിന്റെ വിജയം എന്ന് പറയുന്നത് എത്ര പേർ പങ്കെടുത്തു എന്നുള്ളതല്ല, എത്ര പേർ ചെയ്യുന്നു, എത്ര പേരുടെ ഫലം അനുഭവിച്ചു എന്നാണ് എൻ്റെ വിജയം. അതുകൊണ്ട് എല്ലാം ചെയ്യും. പിന്നെ ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ അവസരമുണ്ട്. പറഞ്ഞ അഭിപ്രായം പറയാൻ അവസരം. ക്ലാസ് ഇങ്ങനെ പോരാ, വേറെ എന്തെങ്കിലും അഭിപ്രായമുണ്ട് അടുത്ത ബാച്ച് നമുക്ക് ശരിയാക്കാമല്ലോ, നിങ്ങളുടെ അനുഭവം വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ ഏകപക്ഷമായിട്ട് ക്ലാസ് എടുക്കുകയാണ്. അപ്പം നിങ്ങൾ അതെങ്ങനെ ഉൾക്കൊണ്ടു നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ നമുക്കൊരു ഉപകാരപ്രദമാണ് ആ കാര്യം. അതൊന്ന് ഒരു 5 മിനിറ്റ് തുറന്നു വയ്ക്കാം. ചോദിക്കാനുള്ളത് ഹാൻഡ് റൈസ് ചെയ്യുമോ അല്ലെങ്കിൽ ചോദിക്കാം. കേട്ടല്ലോ? ആർക്ക് ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്? ജയൻ. സ്ഥലം എവിടെയാണെന്ന് പറയണം, എന്താ ജോലി എന്ന് പറയണം. നമസ്കാരം ഗുരുനാഥ. ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ്. ജോലി ഒരു ക്യാൻറ്റീൻ, വേറൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു. അതിപ്പോ 1 വർഷമായിട്ട് അടച്ചിരിക്കുകയാണ്. ഇപ്പൊ തുറക്കാനുള്ള സംവിധാനങ്ങൾ കേസൊക്കെ ആയിട്ട് ശരിയായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു ക്യാൻറ്റീൻ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഒരു ആശുപത്രിയുടെ ക്യാൻറ്റീൻ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യും ഒറ്റപ്പാലത്ത്. സംശയം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പൂജ ചെയ്യുന്ന സമയത്തെ ഈ നോക്കിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും കാണാതെ അറിയില്ലല്ലോ. അപ്പൊ നോക്കി ചെയ്യുന്നോണ്ട് പ്രശ്നങ്ങളൊന്നും നോക്കിയിട്ടേ ചെയ്യാവൂ. നിങ്ങൾ ഒരിക്കലും കാണാതെ ചെയ്യരുത്. നോക്കിയിട്ടേ ചെയ്യണം. കാരണം തെറ്റാതിരിക്കാണ് കേട്ടല്ലോ. നിർബന്ധം നോക്കി ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ നോക്കി ചെയ്ത് വരുമ്പോൾ ഒരു 5 പ്രാവശ്യം ചെയ്താൽ നിങ്ങൾക്കിത് മനസ്സിലാവും. കേട്ടല്ലോ? അപ്പൊ ഈ മന്ത്രം ചെയ്യുന്ന കാര്യങ്ങള് സ്പീഡായി വരുന്നുണ്ട്. പക്ഷെ ഈ മന്ത്രങ്ങൾ മാത്രമാണ് നമ്മൾ ഓരോ സമയത്ത് ചെല്ലുന്നത് മാത്രം പൂർണ്ണമായിട്ട് ഇങ്ങനെ ആവശ്യം പ്രത്യേക മന്ത്രം മാത്രമേ എഴുതി വെക്കൂ. പിന്നെ കുലദേവതയുടെ ഞാനും പഠിച്ച അങ്ങനെ തന്നെയാണ്. ചെയ്തത് പഠിച്ച പറയും.
കുലദേവതയുടെ അതിന്റെ PDF കുലദേവയുടെ PDF ഇട്ടിട്ടില്ല, അതൊന്ന് ഇട്ട് തരണം. അത് മുഴുവൻ കിട്ടും. അതിപ്പോ ഒന്നിച്ച് ഇന്ന് ഇടും കേട്ടോ. ആ ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. ശരി. അല്ല, കഴിഞ്ഞ ഒരു ദീപം ചോദിച്ചല്ലോ. നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? ഞാന് ഈ പൂജ ചെയ്ത് കഴിഞ്ഞാല് എത്ര പേരെന്തായിരുന്നു? പേര് അനിൽ. എവിടെയാ? കോഴിക്കോട് മാങ്കാവ്. എന്ത് ചെയ്യും? ജോലി എന്താ? ഇപ്പം ബിസിനസ് ആണ്, ഒരു കൺസൾട്ടൻസി ഫേം ഉണ്ട്. ശരി. നേരത്തെയോ? നേരത്തെ വർക്ക് ചെയ്യായിരുന്നു, ബിഗ് ബസാർ അങ്ങനത്തെ പിന്നെ ഒണിഡ, BPL അങ്ങനത്തെ കമ്പനികളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ശരി. അപ്പൊ സംശയം എന്താ വെച്ചാല്, നമ്മള് പൂജ കഴിഞ്ഞാല് എത്ര സമയത്തില് നമുക്ക് ഈ വിളക്കും കാര്യങ്ങളെല്ലാം മാറ്റാം എന്നുള്ളത്? ഉദ്ദേശിച്ച് ചൈതന്യം കഴിഞ്ഞു കേട്ടല്ലോ. പൂജ ചെയ്ത് ഉദ്ദേശിച്ച് കഴിഞ്ഞല്ലോ, ചൈതന്യം കഴിഞ്ഞു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കൊരു സുഖം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ സാഹചര്യ സമയം 1-2 മണിക്കൂർ സ്വസ്ഥമായിട്ട്, അതിന് പ്രത്യേക സമയമൊന്നുമില്ല. പൂജ കഴിഞ്ഞാൽ പൂജ ചടങ്ങ് മുഴുവൻ കഴിഞ്ഞു കേട്ടോ. സ്വസ്ഥമായിട്ട് മാറ്റാം, അത്രേ ഉള്ളൂ. പ്രത്യേക സമയമൊന്നും പറഞ്ഞില്ല. പിന്നെ വെറ്റിലടയ്ക്ക അത് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്ത പൂജക്ക് വേറെ തന്നെ അല്ലേ ഉപയോഗിക്കും? അല്ല, അത് ഇത് ഉപയോഗിക്കാൻ പാടില്ല. അത് വേറെ പിന്നെ ഉപയോഗിക്കണം. വേറെ ഓരോ പൂജയ്ക്കും വേറെ ഉപയോഗിക്കണം. ഉപയോഗിച്ച സാധനം ഉപയോഗിക്കരുത്. നിർമാല്യമാണത്, അത് ഉപയോഗിക്കരുത്. ഇനിയോ ഈ അരിയും ഉണങ്ങലി ചൊരിഞ്ഞാൽ ഉണങ്ങലി നമ്മൾ ഉപയോഗിക്കണം കേട്ടല്ലോ. കുറച്ചെങ്കിലും നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് എന്തെങ്കിലും പായസം ഉണ്ടാക്കിയാലേ വേറെ നമുക്ക് നേവിച്ച് കഴിക്കാമല്ലോ. അതൊന്നും ചെയ്യണ്ട കേട്ടോ. വീട്ടിൽ പോയി കറിക്കൊക്കെ ഉപയോഗിക്കാം. നാളികേരം കറിക്കൊക്കെ ഉപയോഗിക്കാം, പ്രശ്നമൊന്നും. നമുക്ക് ആഹാരമാണത്. കാരണം ദേവതയുടെ ചൈതന്യമുള്ളതാണ് നിവേദ്യം. നമ്മളത് കഴിക്കണം, നിർബന്ധം. തീർത്ഥം നമ്മൾ അമ്പലത്തിൽ വാങ്ങി തീർത്ഥം കുടിക്കില്ലേ, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് മാറണം. തീർത്ഥവും ചന്ദ്രവും വാങ്ങുമ്പോൾ നമ്മുടെ പഞ്ചഭൂതാത്മകമായിരുന്ന ജലതത്വവും പൃഥ്വിതത്വവും സ്വീകരിക്കുന്നത്, ഉഷ്ണം സ്വീകരിക്കും, ആകാശത്വം സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അത് നമ്മുടെ അന്നമയ കോശമായിട്ട് പരിണമിക്കണം. ആ ആഹാരം, നമ്മൾ ആഹാരം കഴിക്കണം, നമ്മൾ കഴിക്കന്നെ വേണം കേട്ടോ. അത് പലരും ഉപയോഗിക്കില്ല, അത് ഉപയോഗിക്കന്നെ വേണം വന്നിട്ട്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പായസം, നമ്മൾ നിവേദ്യം കിട്ടുന്ന ഒക്കെ നമ്മൾ കഴിക്കന്നെ വേണം നിർബന്ധമായിട്ട്. ശരി. ഇളനീര് വെക്കുന്നത് അതേപോലെ നമ്മള് വെട്ടിയിട്ടാണോ വെക്കുക അതോ? അതെ, ഇളനീര് വെട്ടും അതിന്റെ മുകൾ അതിന് തുറന്ന് അതിന്റെ വെള്ളം കാണും. വെറുതെ അത് കഴിച്ചാൽ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ ജലാംശത്തെയാണ്, അതിന്റെ കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിന്റെയാണോ പ്രാണാംശം സമർപ്പിക്കുന്നത്. അത് മുകൾഭാഗം വെട്ടിയിട്ട് തന്നെ അല്ലേ? മുകൾ ഭാഗം വെട്ടാം. പാരമ്പര്യ ചെല്ല് ശാക്തേയ സമ്പ്രദായത്തിൽ അടിഭാഗം വെട്ടാറുണ്ട്. അത് തെറ്റൊന്നുമല്ല കേട്ടല്ലോ. ശാക്തേയ പാരമ്പര്യമുള്ളവര് അടിഭാഗം വെട്ടാം. സാത്വികമായ ഭാവത്തിൽ ചെയ്യുമ്പോൾ മുകൾ ഭാഗം വെട്ടാം കേട്ടോ. കണ്ണുള്ള ഭാഗം വെട്ടാം. പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ? ഒരു ചോദ്യം എന്താ, ഗുരുപൂജ കഴിഞ്ഞ എന്താ മനസ്സിലായില്ലത്? ഒരു ചാറ്റ് ബോക്സ് നോക്കൂ. അതിന് മുന്നേ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് ചോദിച്ചോട്ടെ വിശ്വട്ടാ? ചോദിക്കും. നാളികേരം എങ്ങോട്ടാണ് വെക്കേണ്ടത്? നാളികേരം അതിന്റെ കണ്ണ് ദേവതയ്ക്ക് അഭിമുഖമായിട്ട് വെക്കാം, അല്ലെങ്കിൽ നേരെ മുകളിലേക്ക് വെക്കാം, രണ്ടും ചെയ്യാം. വിശ്വന്റെ നമ്പർ ഗ്രൂപ്പിൽ ഇടാമോ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചത് ശരി, കഴിഞ്ഞ ക്ലാസ്സിൽ ഗുരുപൂജ കഴിഞ്ഞ് നിർത്തിയതായിരുന്നു. ഇന്ന് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. പീഠപൂജ അല്ല, ഗുരുപൂജ കഴിഞ്ഞ് കുലദേവത പൂജ തുടങ്ങി പകുതിയായിട്ട് നിവേദ്യം വരെ ചെയ്തിട്ടാണല്ലോ നിർത്തിയത് അല്ലേ ശ്യാമേ? അതെ അതെ. പീഠപൂജയും ആവാഹനവും നേദ്യവും വെള്ളരിയും എല്ലാം ഗുരുവിനും ദേവതയ്ക്കും ഒരുപോലെ തന്നെയല്ലേ? അതെ, എല്ലാം ഒരുപോലെ തന്നെയാണ്. വിളക്കിൽ 7 തിരി ഇടാമോ? എടുത്ത വിളക്കിന് 7 തിരി ഇടാനുള്ള നാമ്പുണ്ട്. അല്ല, 7 തിരി അത് നാമ്പുള്ള വിളക്ക് ശാസ്ത്രീയമായ വിളക്കല്ല. ഭദ്രദീപം എന്ന് പറഞ്ഞാൽ 5 തിരിയാണ്. മറ്റേത് ഇപ്പൊ മിക്കവാറും വിളക്കൊക്കെ ഉണ്ടാക്കുന്നത് കുന്നംകുളത്തെ ക്രിസ്ത്യാനികളാണ് ഉണ്ടാക്കുന്നത്.
അതുകൊണ്ട് അങ്ങനെ ഒരു വിളക്കൊക്കെ ഉണ്ടാകുന്നു കേട്ടല്ലോ. പാരമ്പര്യ രീതി അങ്ങനെ വരില്ല. നാമ്പുള്ളതല്ല യഥാർത്ഥ പാരമ്പര്യമായ വിളക്ക്. 5 തിരി മതി. 4 ദിക്കിലേക്ക് 4 തിരികളും വടക്ക് കിഴക്കേ മൂലയിലേക്ക് ഒരു തിരി ഈശാന കോണിലേക്ക്. കാരണം 4 ദിക്കിലേക്കും അത് മുകളിലേക്കാണ് സങ്കല്പം. ഈശാന കോണിലെ വിളക്ക് തിരി മുകളിലേക്കാണ് സങ്കല്പം. 5 തിരിയാണ് ഭദ്രദീപം എന്ന് പറയുന്നത്. 2 തിരിയിട്ടാലും മതി. അങ്ങനെ ഒരു തിരിയിട്ട വിളക്ക് എന്തിനു വേണ്ടിയിട്ടാ? നിഴലുണ്ടാവരുത് കൊണ്ടാണല്ലോ. ഒരു തിരിയിട്ട നിഴലുണ്ടാവും. അല്ല 2 തിരി, ഒന്ന് അപ്പുറത്തും ഒന്ന് തനിക്ക് നേരെയും ദേവതയ്ക്ക് നേരെയും തനിക്ക് നേരെയും ഉണ്ടാവും. ചുരുങ്ങിയത് 2 തിരിയിട്ടാലും മതി. 7 തിരി എവിടെ പറഞ്ഞിട്ടില്ല. ഭദ്രദീപം എന്ന് പറഞ്ഞാൽ 5 തിരികൾ. മണി അടിക്കുന്നതിന് എന്തെങ്കിലും കണക്കുകളുണ്ടോ? ഒരു കണക്കൊന്നുമില്ല. മണി ശബ്ദം ഉണ്ടാകണം, നമുക്ക് നമ്മുടെ മണി നമ്മുടെ നിയന്ത്രണം നിൽക്കണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, കണക്കൊന്നുമില്ല. ധൂപവും ദീപവും കാണിക്കുമ്പോഴാണ് മണിയടിക്കുക. കർപ്പൂരം കത്തിക്കുമ്പോൾ അവസാനം 3 പ്രാവശ്യം മണിയടിക്കാം. ധൂപം ദീപം കാണിക്കുമ്പോൾ, കർപ്പൂരം കത്തിക്കുമ്പോൾ. 3 രീതിയിലാണ് ചെയ്യാറ്. പൂജ രാവിലെയാണോ വൈകിട്ടാണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ സമയം അനുസരിച്ച് കേട്ടോ. നിങ്ങളുടെ ജീവിത സാഹചര്യം എന്താണോ മുടങ്ങാതെ ചെയ്യുക. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻ ഇക്കാര്യത്തിലില്ല. നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ബന്ധം. ഇത്രയാണ്. പിന്നെ സാഹചര്യം അനുകൂലമായിട്ട് വരും, തുടങ്ങിക്കോളും. തുടങ്ങിയാൽ കുറെ കഴിഞ്ഞാൽ അനുകൂലം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുകൂല കാര്യങ്ങൾ വരും കേട്ടോ. ശരി, ശ്രീകുമാർ ചോദിച്ചോളൂ. ശ്രീകുമാർ സ്ഥലം എവിടെയാണ്? പേരെന്താ? ശ്രീകുമാർ, ആലപ്പുഴ. ആലപ്പുഴ എവിടെയാ? ആലപ്പുഴ തണ്ണീർമുക്കം മുഹമ്മ. നിങ്ങൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു. ഇല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട് ചോദിച്ചായിരുന്നു. ശരി. എന്താ ജോലി? ചോദിച്ചു. ഞാൻ മെഡിക്കൽ റെപ്പാണ്. മെഡിക്കൽ റെപ്പാണ്. ശരി. എനിക്ക് അവസാനം പറഞ്ഞ എനിക്ക് ജസ്റ്റ് പെടുന്നില്ല. നമ്മളെ ഉദ്വസിക്കുമ്പോഴേക്കും ഗുരുവിന്റെ ഉദ്വസിക്കണം, കുലദേവതയുടെ ഉദ്വസിക്കേണ്ടതായിട്ടുണ്ടോ? അതെ, കുലദേവത ആ ഉദ്ദേശിച്ചേ ഉള്ളൂ. വിളക്കെടുത്ത് വിളക്കിൽ നിന്ന് ഒരു പൂവെടുത്ത് ശിരസിൽ വെക്കുക, ഒരു പൂവെടുത്ത് മണപ്പിക്കുക, ഘ്രാണിക്കുക. അതാണ് ഉദ്വാസനം. ആ ചൈതന്യം തന്റെ ഉള്ളിലേക്ക് വന്ന് സങ്കല്പിക്കുക. സങ്കല്പത്തിലൂടെയാണ് ആവാഹിച്ചത്. ഞാൻ പറയും, സങ്കല്പത്തിലൂടെ ആവാഹിച്ചത്. അതുകൊണ്ട് സങ്കല്പത്തിലൂടെ ഉദ്വസിച്ചാൽ മതി. ഗുരുവിനെ സമർപ്പിക്കുമ്പോൾ ഒരു കുടിനീർ കൂടെ വീഴ്ത്തണം, അവസാനം ഈ അർഘ്യമിതം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ഒരു പൂവോട് ശിരസിൽ വയ്ക്കുക, ഒരു ഘ്രാണിക്കുക. അതാണ് എൻ്റെ അടുത്ത്. പറയും. അത് ഈ അവസാനം കുലദേവയുടെ പൂജയും കഴിഞ്ഞ ശേഷമാണോ ഈ രണ്ടിന്റെ ഉദ്വാസനം? അല്ലെങ്കിൽ അതെ, കുലദേവത പൂജ കഴിഞ്ഞ് ആദ്യം കുലദേവ ഉദ്വസിച്ച ശേഷം വേണം ഗുരുവിനെ ഉദ്വസിക്കാൻ. ഗുരുവിൽ നിന്ന് തുടങ്ങി വരെ എന്നാണ് സങ്കല്പം കേട്ടല്ലോ. അവസാനം ഗുരുവിന്റെ വെള്ളം കുടിനീര് വീഴ്ത്തുന്ന പോലെ തീർത്ഥം സമർപ്പിക്കണം അവസാനം അല്ലേ? അവസാനം ഗുരുവിന് ആ ശുദ്ധ അതോടുകൂടി തീർന്നു. അവസാനിപ്പിച്ചു എന്ന് ഗുരുവിനോട് പറയാം. നമുക്ക് ആദ്യം തുടങ്ങി പറഞ്ഞു അവസാനിച്ചു. അടക്ക വെക്കുമ്പോൾ നമ്മൾ അടക്ക മുറിച്ച് ഈ വെറ്റിലയിൽ 3 വെക്കുന്നോ? അതെ, 3 വെച്ചെടുത്ത് അതിന്റെ മുകളിൽ ഒരു കഷ്ണം അടക്ക വെച്ച് നമ്മൾ സ്ഥാപിച്ചു. പിന്നെ മന്ത്രങ്ങളുടെ ഉച്ചാരണം ശരിയായി പറഞ്ഞു തരുമോ? വോയിസ് മെസ്സേജ് മതി. വോയിസ് മെസ്സേജ് ഇടാം. ആ ഗ്രൂപ്പിൽ ഞാൻ വോയിസ് മെസ്സേജ് ഇടാം കേട്ടോ. ആവശ്യമാണ് ചെയ്യാം. ക്ഷമ ഓർമ്മിപ്പിക്കണേ. പറഞ്ഞ എല്ലാ മന്ത്രങ്ങളും നമ്മൾ വോയിസ് മെസ്സേജ് ഇടാം. അത്രേ ഉള്ളൂ. ഒരു ചോദ്യം കൂടി. നമ്മുടെ ഏകദേശം ഇപ്പൊ ക്ലാസ് ഇപ്പം പൂജ കഴിഞ്ഞില്ലേ? ഗുരുപൂജയും പ്രതിദേവ പൂജയും കഴിഞ്ഞ് ഇനി ഇത്രയുള്ള നമുക്ക് ചെയ്യാനായിട്ട്. അല്ല, ക്ലാസ് തീരില്ല. ക്ലാസ് മന്ത്രോപദേശ ക്ലാസ് തീരുള്ളൂ. നിങ്ങൾ ചെയ്യാനില്ല. അതുകൊണ്ട് ഈ ആഴ്ച തന്നെ പൂജ ചെയ്യണം കേട്ടോ. ആ ക്രമത്തിലേ ഗുരുവിനും. പിന്നെ നിങ്ങൾക്ക് ധാരാളം ദേവതകളുടെ പലപ്പോഴും ഉപാസനാമൂർത്തി ഉണ്ടാവും. എല്ലാവർക്കും ഇതേപോലെ പൂജ ചെയ്യാം. കാരണം കുലദേവത ആചരിച്ച മന്ത്രസങ്കല്പം കൊണ്ടാണ്, മന്ത്രം കൊണ്ടേ അല്ല. ക്ഷേത്രങ്ങളിൽ മന്ത്രശക്തിയാണ്, അയാൾ മന്ത്രമൂർത്തിയായിട്ടാണ്. ഇവിടെ സങ്കല്പത്തിലാണ് കുലദേവത ആചരിച്ചിരുന്നത് പൂർവികന്മാർ. അതുകൊണ്ട് സങ്കല്പശക്തിയാണ് കുലദേവതയുടെ ബലം. നമ്മുടെ സങ്കല്പം കൊണ്ട് പൂജിക്കാം. നിങ്ങൾക്ക് പൂജയുടെ ക്രമം കഴിഞ്ഞു. നിങ്ങൾ ഈ ആഴ്ച തന്നെ നിർബന്ധമായിട്ടും ഒരു പൂജ, ഒരു 1-2 പൂജ ചെയ്ത് വീഡിയോ എടുത്ത് ഷെയർ ചെയ്യണം. അത് ആദ്യം ഞങ്ങൾക്ക് രേഖപ്പെടുത്തി വെക്കാനുള്ളതാണ്. നമ്മുടെ
ഇതിനകത്ത് കേട്ടോ. കാരണം നമുക്ക് മനസ്സിലാവണല്ലോ ആർക്ക് ചെയ്തു എന്തൊക്കെ അതിന്റെ റിസൾട്ട് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് നമുക്ക് എത്ര അതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയണ്ടേ, എന്ത് ഗുണം ഉണ്ടായോ അല്ലെ നിർത്തിവെക്കേണ്ട സമയമായോ രണ്ടും അറിയാമല്ലോ അല്ലേ. ആദ്യം ചെയ്തിട്ട് ഇപ്പം നിർത്തിവെക്കാം നമുക്ക്, ഈ മുന്നോട്ട് കൊണ്ടല്ല കൊണ്ടാണ് നല്ല പ്രചോദനകരമാണ്. കുറേ നേരം PDF അയക്കും, ഒരു PDF അയക്കും. ഒരു ചോദ്യത്തിൻ്റെ സമയം മുൻപേ ചോദ്യം. പൂജ മുടങ്ങാതെ ചെയ്യണോ അതോ മാസത്തിൽ ഒന്ന് മതിയോ? ഇപ്പോൾ ഗുരു പൂജ 5 ദിവസം ചെയ്തു. 5 വെരി ഗുഡ്. നന്നായി. എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം കഴിയുന്നത്ര ചെയ്യും കേട്ടോ. നിങ്ങളുടെ സാഹചര്യം, ജീവിത പശ്ചാത്തലം ഇത് ചെയ്യണം എന്നൊരു കാര്യം പറഞ്ഞു. ചെയ്ത് തുടങ്ങിയാൽ ഞാൻ പറഞ്ഞു, ഇവിടെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു അമ്മ, പ്രായമുള്ള സ്ത്രീയാണ്. അവര് ഒരു പ്രതിസന്ധി വന്നിട്ട് ആ ക്ലാസ്സിൽ വരുന്നത് രാധേവന്നാണ്. നിത്യേന ചെയ്യും, നിരന്തരമായി ചെയ്യും. വീട്ടുകാർ പോലും അറിയില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചെയ്യും. കാരണം വീട്ടുകാർക്ക് ശല്യം ഈ ബുദ്ധിമുട്ട് ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ ഒരു സ്ഥിരം നേരത്തെ എഴുന്നേറ്റ് ചെയ്യും. അവസാനം ഒരു ജ്യോത്സ്യൻ പറഞ്ഞിട്ടാണ് വീട്ടുകാർക്ക് മനസ്സിലായത് ഈ അമ്മ പൂജ ചെയ്യുന്നുണ്ടായത്. ഒരു ജ്യോത്സ്യനെ പറഞ്ഞു, നിങ്ങൾ അമ്മയ്ക്ക് നിങ്ങൾ കുലദേവന്റെ അമ്മയുടെയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതുവരെ ഗുരുദേവനെ ശപിക്കുന്നു, ഗുരുദേവനെ അനിഷ്ടമാണ് കാണാറ്. പക്ഷേ ഇത് തുടങ്ങിയ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ജ്യോത്സ്യനെടുത്ത് മകനും മകന്റെ ഭാര്യയോട് പോയപ്പോൾ ആ ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മ എന്തോ ചെയ്യുന്നുണ്ട്, അവര് കൂടെ കുലദേവൻ ഉണ്ടെന്ന് പറഞ്ഞു. അവൻ ചെയ്താൽ നല്ലതാണ്, ഉറപ്പാണ് കേട്ടല്ലോ. നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്, തനിക്ക് മാത്രമല്ല തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഇതിൽ പങ്കെടുത്ത കുലദേവശ അനുഭവമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ട് നമുക്ക് പക്ഷെ ചെയ്യാൻ പോകുന്നില്ലല്ലോ അല്ലേ. നേരത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത 1-2 പേരുണ്ട്. എനിക്ക് 2 പേര് അഭിപ്രായം പറയാൻ താല്പര്യമുണ്ട്, നമുക്ക് പറയാം കേട്ടോ. അനൂപ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു, അനുഭവം ഉണ്ട് ഒരാളാണ്. അൺമ്യൂട്ട് പറയുന്നുണ്ട്, അൺമ്യൂട്ട്. കേൾക്കാമോ? കേൾക്കാം. ഒരു 3ാമത്തെ ക്ലാസ് ആണ് കുലദേവതയുടെ. അത് ആദ്യത്തെ ക്ലാസ് ചെയ്തു കയറി, അതിൽ നിന്നും ചെയ്യാൻ തുടങ്ങി, പിന്നെ കുറച്ചൊന്നും ആയി. പിന്നെയും ഞാൻ അടുത്ത ക്ലാസ്സിന് തൊട്ട് ചെയ്തു കഴിഞ്ഞപ്പോ ഭയങ്കര മാറ്റം എന്ന് വെച്ചാൽ എന്റെ ഈ പൂജ കഴിഞ്ഞതിന് ശേഷം എന്റെ കുലദേവത ക്ഷേത്രം അവിടെ നിന്ന് എനിക്ക് വീട്ടുകാരുടെ ഒരു കോള് വന്നു. അത് ഭയങ്കര കിടന്നൊരു അമ്പലാണ്. 50 വർഷം മുമ്പ് നശിപ്പിച്ചിട്ട് ഭയങ്കര ദോഷങ്ങളായിരുന്നു എല്ലാവർക്കും. ഒരുപാട് ട്രാജഡി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ വിശ്വേട്ടനെ കണ്ടു. വിശ്വേട്ടൻ പറഞ്ഞു അവിടെ പോയി ഒന്ന് പൂജ ചെയ്യൂന്ന്. അപ്പൊ ഞാൻ ഈ പഠിച്ച പൂജ ചെയ്യാൻ വീട്ടിൽ വന്നതേ ഉള്ളൂ. വിശ്വേട്ടനെ കണ്ട് വീട്ടിൽ വന്നതേ ഉള്ളൂ. എനിക്ക് ആ അമ്പലത്തിന്റെ ബന്ധുക്കൾ തന്നെ അവര് വിളിച്ചു. അവര് പറഞ്ഞു ഈ അമ്പലം പണി തുടങ്ങാൻ എല്ലാവരും ഒത്തുചേർന്നു. അത് വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നതാണ്. എന്റെ അമ്മായി ഈ ക്ലാസ്സിലുണ്ട്, നിർമ്മല. അപ്പൊ ഇത് ചെയ്തു തുടങ്ങിയപ്പോ ഭയങ്കര വ്യത്യാസമായി. ഞങ്ങളുടെ അമ്പലം ഇപ്പൊ പണിയായി, കുറ്റിയടിച്ചു, കല്ലിട്ടു. പെട്ടെന്ന് എല്ലാ കാര്യവും 1 വർഷത്തിനുള്ളിൽ അമ്പലമാവും എന്നാണ്. അപ്പൊ അത് ഈ പൂജ കൊണ്ട് മാത്രമാണ്. ചേട്ടന്റെ അവിടെ വന്ന് ഈ പൂജ പഠിച്ചതിന് കൊണ്ട് മാത്രം ഞാൻ ചെയ്തു തുടങ്ങിയപ്പോ കണ്ട റിസൾട്ടാണ്, എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചാൽ മാത്രം പോരാ, നിർബന്ധമായും ചെയ്തോളൂ. ഉറപ്പാണ് ഇതിന് റിസൾട്ട് ഉണ്ടാവും. അത്രയും ചേട്ടാ. പ്രവീൺ എന്താ ചോദിച്ചിട്ടുണ്ടാ? ഗോപാലകൃഷ്ണൻ ചോദിച്ചോളൂ. ഗുരുജി നമസ്കാരം. ഗോപാലകൃഷ്ണൻ തൊടുപുഴ ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഷുറൻസ് ഫീൽഡിലാണ്. ഒരു സംശയം ഉള്ളത് വെച്ചാല് നമ്മള് നേദ്യം കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അതായത് ഒരു ഉണ്ണിയപ്പം പോലെ നമ്മള് പഴവും ഇതെല്ലാം കൂട്ടി ഒരു ഉണ്ണിയപ്പം പോലെ ഉണ്ടാക്കുന്ന ഒരു ഇത് പറഞ്ഞല്ലോ. അതിന് ഇൻ കേസ് അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, മീൻസ് എന്തെങ്കിലും വീട്ടിൽ അസൗകര്യമൊക്കെ ഉണ്ടായിട്ട് എന്തെങ്കിലും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് എന്താ നേദ്യം വെക്കാൻ പറ്റുക? സാധാരണ അവിലും മറ്റും പഴമൊക്കെ വെച്ചാൽ മതി.
മാച്ചാൽ മതി. ഇത് കേട്ടോ അത്രേ ഉള്ളൂ. നിർബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കിട്ടുന്ന ചെയ്യാം അല്ലേ? എന്താ എന്തെങ്കിലും നിവേദിക്കും അത്രേ വേണ്ടു കേട്ടോ. ശരി ശരി പാരമ്പര്യ കാര്യം ചെയ്തിരുന്നു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ കണ്ണീരില്ലാമൃത് അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നിർബന്ധ ശരി കാര്യമൊന്നും ബിജു അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ചെയ്യും. ശരി ബിജു. ശരി, പിന്നെന്താ, പിന്നെ ആരാ ചോദിച്ചത്? വേറെ ഇതിനൊരു എന്താ ചോദിച്ചു, ചാറ്റ് ബോക്സിൽ ഉണ്ടോ? ഗുരുപൂജ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് അനുഭവപ്പെടുന്നുണ്ട്. ആ, സന്തോഷം, വളരെ സന്തോഷം. ആരാണ് പറഞ്ഞത്? ജയൻ ഹലോ, ആ നമസ്തേ ആ പറയൂ. ഗുരുനാഥ. നമസ്കാരം. ആരായിരുന്നു? നമസ്തേ ഗുരുനാഥ. നമസ്കാരം. ആരാ പറയുന്നത്? ചോദിക്കുന്നത് ഇത് റിനീഷ് എന്നാണ് പേര് നമ്മുടേത്. എവിടെയാ? കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എവിടെയാ? കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ എവിടെ? ചാലാട്. എന്ത് ചെയ്യുന്നു? ജോലി എന്താ? ജോലി ഡ്രൈവറാണ്. പിന്നെ നമ്മള് ഒരു ക്ഷേത്രമുണ്ട് അവിടെ. ശാന്തി നമ്മളാ എവിടെയാ? ചെയ്യുന്നത്. എവിടെയാ? പന്നേൻപാറ. പന്നേമ്പാറ. കണ്ണൂർ അപ്പുറത്ത്. പന്നേമ്പാറ അപ്പുറത്തല്ലേ? പന്നേൻപാറ പിന്നെ പള്ളിക്കുന്നേക്ക് പോകുന്ന വഴി. ആ, കണ്ണൂർ കഴിഞ്ഞിട്ട് ആ അല്ലേ? അതെ അതെ. ആ ചാല കണ്ണൂർ ഇപ്പുറത്ത്, മറ്റേ പന്നേമ്പാറ അതെ. കണ്ണൂർ കഴിഞ്ഞിട്ട്. എല്ലാ സംക്രമത്തിലും രാവിലെ ഗുരുവും ഭദ്രകാളിയുമാണ് അവിടെ. അപ്പൊ ഗുരുവിനും ഭദ്രകാളിക്കും പൂജ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വീട്ടിൽ ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ ഇല്ല, നിങ്ങൾ അവിടെ ചെയ്താൽ മതി. അവിടെ ചെയ്താൽ മതി അല്ലേ? അവിടെ ചെയ്താൽ മതി. പിന്നെ സംശയം എന്താ? ഓ. ഇതുപോലെയാണോ ചെയ്യാറ് സാധാരണ? വല്ല മാറ്റം ഉണ്ടോ? അല്ലല്ല, നമ്മള് പിന്നെ ആദികളിലായി മേൽശാന്തിയുടെ ശിഷ്യരാണ്. അവര് പഠിപ്പിച്ച ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. ശരി, അത് ചെയ്യും കേട്ടോ. അതെ അല്ലേ? ഓക്കെ. അപ്പൊ വീട്ടിൽ നിന്ന് ചെയ്യണമെന്നില്ല, വീട്ടിൽ ചെയ്യാനൊന്നുമില്ല, അവിടെ ചെയ്താൽ മതി. അത് ചെയ്താൽ മതി. വേറെ പൂജ അല്ല, അത് നിങ്ങളുടെ കുലദേവത തന്നെയല്ലേ? അത് പന്നേമ്പാറ നിങ്ങളുടെ കുലദേവത തന്നെയല്ലേ? നമ്മളെ അച്ഛന്റെ തറവാടാണ്. അപ്പൊ നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ മരുമക്കത്തായാണോ മക്കത്തായാണോ ഫോളോ ചെയ്യുന്നത്? മക്കത്തായാണ്. അതെ, അച്ഛൻ പരമ്പര നോക്കുന്നത്. അപ്പൊ അച്ഛന്റെ കുടുംബം നിങ്ങളുടെ കുടുംബം അതല്ലേ? നിങ്ങളുടെ കുടുംബം. അതെ, നമ്മളെ അമ്മയുടെ തറവാട്ടിൽ കെട്ടിയാട്ടാണ്, തെയ്യാണ്. അച്ഛന്റെ തറവാട്ടിലാണ് ഈ അമ്പല സമ്പ്രദായം. അതെ, ശരി ശരി. കെട്ടിയാട്ടുണ്ടെങ്കിലും അവിടെ പണ്ട് പൂജ ഉണ്ടായിരുന്നു. കെട്ടിയാണെങ്കിൽ പൂജ വേണമല്ലോ. അതെ, അതിന് നമ്മളെ വേറൊരു ഏട്ടനാണ് ചെയ്യുന്നത്. ശരി ശരി. അതെ, അവിടെ പൂജ ഇതുപോലെ തന്നെ ചെയ്യേണ്ടത് കേട്ടോ. ശരി ശരി ശരി. പിന്നെ വേറെ ചോദിച്ചാൽ, തറവാട്ടിൽ ചെയ്യുമ്പോൾ ഗുരുതി പൂജ ചെയ്ത് കാണാറുണ്ട്, അത് ആവശ്യമില്ലേ? ചെയ്യുന്നു. പാരമ്പര്യ ചെയ്യുന്ന രീതി ഒന്നും മുടക്കണ്ട കേട്ടോ. പാരമ്പര്യമൊന്നും മുടക്കണ്ട കേട്ടോ. പിന്നെ ഒരു പ്രവീൺ ആൻഡ്രസ് ചെയ്തിരുന്നു, ചോദിച്ചോളൂ പ്രവീൺ. നമസ്കാരം. നമസ്കാരം. ഒറ്റപ്പാലത്ത് നിന്നാണ് പ്രവീൺ. എന്ത് ചെയ്യുന്നു? ജോലി എന്താ? ഞാൻ ഡ്രൈവറാണ്. ഞാൻ വന്നിട്ടുണ്ടായിരുന്നു 1-2 തവണ കാണാനായിട്ട്. ശരി, ഞാൻ 2-3 പേര് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ഞാനൊരു അനുഭവം മുന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കോവിഡിന്റെ ബാച്ചിലായിരുന്നു. ഒരു 20 വർഷം തറവാട്ടില് പൂജാരിനെ വെച്ചിട്ട് പൂജ ചെയ്തിരുന്നു. എന്നിട്ട് പിന്നെ വീട്ടിൽ ഞാൻ പൂജ തുടങ്ങി. വീട്ടില് തറവാട്ടുകാർ പറഞ്ഞു അവിടെ നിനക്ക് അവിടെ വന്നിട്ട് പൂജ ചെയ്തോടെ ചോദിച്ചു എന്നോട്. ഞാനിപ്പോ അവിടെ പൂജ ചെയ്യുന്നത്. ഞാൻ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു പഠിക്കലുണ്ടായിരുന്നു. അവരടുത്ത് ഇവര് പോയിട്ട് ഞാൻ അറിയാതെ ചോദിച്ചു, പൂജ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോ പ്രവീൺ ചെയ്തത് ശരിയായിട്ടുണ്ടോ നന്നായിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ അവര് അവിടുന്ന് പൂജാരി പറഞ്ഞു, 20 വർഷമായിട്ട് അവിടെ നമ്പൂതിരിനെ കൊടുന്ന് പൂജിച്ച പൂജങ്കാട്ട് ഏറ്റവും ഭഗവതിക്ക് തൃപ്തിയായിരിക്കുന്നത് പ്രവീൺ ചെയ്തപ്പോഴാണ് പറഞ്ഞത്. ഇത് ഞാൻ അറിഞ്ഞത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കാലം പിന്നെ ഞാന് അവിടുത്തെ പൂജാരിനെ കാണാൻ
നമ്മുടെ പണിക്കരെ കാണാൻ വേണ്ടി പോയി. ആ അപ്പൊ പണിക്കരാണ് എന്നോട് പറഞ്ഞത് വീട്ടിൽ നിന്ന് തറവാട്ടിൽ നിന്ന് കുട്ടിച്ചനും അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു ഈ കാര്യം. ആ, അത് ശരി. അതെ, കാരണം ആ പരമ്പരയിൽ ഞാൻ പറഞ്ഞ കാരണം ഞാൻ അനുഭവം കൊണ്ട് കൂടി പറഞ്ഞതാണ്. അതെ ആ അതെ പരമ്പര ആര് പൂജിച്ചാലും ഫലമുണ്ടോ കേട്ടോ. അതല്ലേ പ്രവീൺ പറയാനുള്ളത് അല്ലേ? അതെ ശരി, സന്തോഷം. വളരെ വളരെ ഇത് കേൾക്കുന്ന സമയത്ത് പൂർണ്ണമായ സംതൃപ്തി അനുഭവിക്കുക. സഭയുടെ മുഴുവൻ പ്രവർത്തകർ കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഫലമുണ്ട്, കുലദേവതകൾ പുനരുദ്ധരിക്കപ്പെടുന്നു. നമ്മളവിടെ എത്തിപ്പെടും തീർച്ചയായിട്ടും. എത്തിക്കും. അതെ, അതാണ് അനൂപയുടെ അനുഭവം, അതാണ് അദ്ദേഹത്തിന്റെ അനുഭവമാണ്. കർമ്മദൈവം പ്രസാദിച്ചാൽ ആ കുടുംബം കുളിർക്കുമെന്നാണ് പറയുന്നത് കേട്ടത്. ഇത് കുളിർമയുണ്ട്. കർമ്മദൈവം പ്രസാദിക്കുന്ന ആളുകളുടെ പൂജിക്കലാണ്. ശരി, അപ്പൊ നമുക്ക് പിന്നെ ചോദ്യം ഉണ്ടോ? നമുക്ക് കാര്യം നമുക്ക് തുടങ്ങി വെക്കാം. കഥകാലം വന്നിട്ട് തുടങ്ങി വെക്കാം. 2 ചോദ്യങ്ങളും കൂടെ ഉണ്ട് ചേട്ടാ. ചോദിക്കും. മുത്തപ്പനും ഗുരുമുത്തപ്പനും വേറെ വേറെ ആണോ, വേറെ വേറെ ചെയ്യണോ? പിന്നെ 2 ഭഗവതിമാരുമുണ്ട്, ഭദ്രകാളിയും ഭുവനേശ്വരിയും. അവർക്ക് വേറെ വേറെ അവിടെ പ്രതിഷ്ഠ 2 പ്രതിഷ്ഠയായിട്ടുണ്ടെങ്കിൽ 2ആയിട്ട് ചെയ്യണം കേട്ടല്ലോ. ഗുരുമുത്തപ്പന് വെവ്വേറെ ഉണ്ടെങ്കിൽ ശരിക്കും ആ ഗുരുവാണ് ഏറ്റവും പൂർവികനായ ഗുരു. മറ്റേ മുത്തപ്പനായിരിക്കുന്ന ഗുരുവാണ്, ആ കാരണവരായിരിക്കുന്ന ഗുരുവാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 2 സങ്കല്പം അവിടെ കാവ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലുണ്ടെങ്കിൽ 2ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ വീട്ടിൽ പൂജിക്കുമ്പോൾ ഒരു ഗുരുവിനെ പൂജിച്ചാൽ മതി. വീട്ടിലാണ് പൂജിക്കുന്നത് ഇരിക്കാം, 2 വെവ്വേറാണ് ഒറ്റ ചെയ്യുന്നത്. കാവിലാണെങ്കിൽ 2 വെവ്വേറെ ചെയ്യണം. കാവുകളിലും ആ ദേവതാസ്ഥാനങ്ങളുടെ എവിടെയാണെങ്കിലും മനസ്സിലാവും. പിന്നെ ഭണ്ഡാരമൂർത്തിയെ പറ്റി ഒന്ന് ചോദിച്ചാലോ? അതിനിടയ്ക്ക് ചോദ്യം ചേട്ടാ, ഭണ്ഡാരമൂർത്തി ഗുളികൻ കർമ്മങ്ങൾ ഈ പൂജയുമായി ബന്ധമുണ്ടോ? ഈ പൂജ അതേ പൂജ ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ ഭണ്ഡാരമൂർത്തി ഇതേ പൂജ ചെയ്താൽ മതി കേട്ടല്ലോ. അതും സങ്കല്പം അനുസരിച്ച് ചെയ്യാം. ഗുളികന് ഈ പഞ്ചോപചാരമായിട്ട് പൂജ പോയി, അപ്പൊ അത് പഞ്ചോപചാരമായിട്ട് ഇത് ചെയ്യാം. ഗുളിക നിവേദ്യ കർമ്മത്തിൽ വ്യത്യാസം, പിന്നെ പന്തം കുത്തുന്ന സമ്പ്രദായങ്ങളൊക്കെ പാരമ്പര്യ ചില സമ്പ്രദായത്തിൽ വ്യത്യാസം ഗുളികനുണ്ട്. അതാ പാരമ്പര്യ രീതി കൂടി ചേർത്തിട്ട് വേണം ചെയ്യാം. പൂജ ചെയ്യുമ്പോൾ ഈ സമ്പ്രദായം ചെയ്യാം. പക്ഷെ പാരമ്പര്യം ചെയ്ത് വരുന്ന രീതിയിൽ ചിലപ്പോൾ നിവേദ്യത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവാം. കാരണം ഗുളികന്റെ നിവേദ്യം പലപ്പോഴും വ്യത്യാസമുണ്ട്. ആ പാരമ്പര്യ രീതി മനസ്സിലാക്കിയിട്ട് അതുകൂടെ ചെയ്യാം. അല്ല, നിങ്ങൾ ആരോ നഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ പഞ്ചോപചാരവും നിവേദ്യം കൊടുത്താൽ മതി, അതിനു വേണ്ടി. അപ്പം അയാളുടെ കുടുംബത്തിൽ ക്ഷേത്രത്തില് ഭദ്രകാളിയും ഭുവനേശ്വരിയും ഉണ്ട്. അപ്പൊ വീട്ടിൽ ചെയ്യുമ്പോ 1ആയി ചെയ്യണോ 2ആയി ചെയ്യണോ? വീട്ടിൽ ചെയ്യുമ്പോൾ 1ആയി ചെയ്താൽ മതി. കാരണം ആ ഇത് മാത്രം ചെയ്യാൻ മതി കേട്ടോ. ഗുരു 1 മതി വീട്ടിൽ ചെയ്യുമ്പോൾ. കാരണം യഥാർത്ഥ ഗുരുവിന് പൂജിച്ചാൽ മതി. മറ്റേ ഇടക്കാലത്ത് വന്ന ഗുരുവാണോ അത്, ഈ ഗുരു മുത്തപ്പൻ എന്ന് പറയുന്നത്? അല്ല, ഗുരു അല്ല വിശ്വട്ടാ, ഭദ്രകാളിയും ഭുവനേശ്വരിയും ഉണ്ട് പറയണം. അപ്പൊ അത് അപ്പൊ അങ്ങനെ രണ്ട് സങ്കല്പം 2 വെച്ച് കഴിഞ്ഞാൽ 2 തന്നെയാണ് കേട്ടോ. 2 വിളക്ക്, അതിനുവേണ്ടി 2 വിളക്ക് വെക്കാം. ഭദ്രകാളിക്ക് ഒരു വിളക്ക്, ഭുവനേശ്വരിക്ക് ഒരു വിളക്ക്. ആ ദേവതയെ സങ്കല്പിച്ച് അവിടെ പോയി ആ വിളക്ക്. വേറെ 2 തന്നെ വേണം. ശരി, ചോദിക്കാം. ചാറ്റ് ബോക്സ് ചോദിക്കാം. ഞാൻ മന്ത്രം മറ്റേ തുടങ്ങി വെക്കാം. ഇപ്പൊ എന്തിനാണ് ഇതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ അടിസ്ഥാനപരമായ ദേവത ഭദ്രകാളിയാണ്. കാരണം കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള കാവാണ് കൊടുങ്ങല്ലൂർ കാവ്. കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് കൊടുങ്ങല്ലൂരിന്റെ ബന്ധമുണ്ട്. പൂർവികമായി പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിന്റെ വടക്കോട്ട് 300 കുടുംബക്കാവുകളും, കൊടുങ്ങല്ലൂർ തെക്കോട്ട് കന്യാകുമാരി വരെ 300 കുടുംബക്കാവുകളും, കൊടുങ്ങല്ലൂരോട് ചേർന്നാൽ 600 കുടുംബക്കാവുകളാണ് കേരളം മുഴുവനുള്ളത്. മിക്കവാറും അതാത് തറവാടുകളുടെ ഭദ്രകാളി സങ്കല്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
അപ്പൊ കേരളം ശരിക്കും പറഞ്ഞ ഭദ്രകാളിയുടെ ഭൂമിയാണ്. ആ ഭദ്രകാളി ബംഗാളിലെ ദശമഹ ആരാധിക്കുന്ന ഭദ്രകാളിയുടെ കാളിയുടെ വ്യത്യാസം. ബംഗാൾ ഭദ്രകാളിയാണ്, അവിടെ കാളിയാണ്. രാമകൃഷ്ണ പരമഹംസർ ഉപാസിച്ചിരുന്ന ദേവത കാളിയാണ്. അത് ദശമഹാവിദ്യകളിലുള്ളതാണ് ആ കാളിയുടെ സങ്കല്പം. അത് പത്നി രൂപേണയുള്ള ശിവന്റെ പത്നിയായിരിക്കുന്ന സങ്കല്പമാണ് കാളിക്കുള്ളത്. ഇവിടെ ശിവന്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്ന് പ്രത്യക്ഷമായിരിക്കുന്ന ശിവന്റെ മകളുടെ സ്ഥാനത്താണ് ഭദ്രകാളി ഉള്ളത്. സത്യത്തിൽ സപ്തമാതൃക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. മാതൃശാലകളുള്ള കോഴിക്കോട് വളയനാട് കാവ് അതുപോലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ കേരളം മുഴുവനുണ്ട്. തെക്ക് ഭാഗത്ത് കുറവാണ്. അവിടെ പനയന്നാർ കാവ് അങ്ങനെ ഒരു സ്ഥലം മാത്രമേ തെക്ക് ഭാഗത്ത് കണ്ടിട്ടുള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഒരു കുടുംബക്ഷേത്രത്തിൽ സപ്തമാതൃക്കളുണ്ടെന്ന് പറഞ്ഞു. ബാക്കി മുഴുവൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. 13ഓളം കാവുകളാണ് കേരളത്തിലുള്ളത്. ആ കാവുകളിൽ സപ്തമാതൃക്കളുണ്ട്. ബ്രാഹ്മി, മാഹേശ്വരി, വൈഷ്ണവി, ഇന്ദ്രാണി, ചാമുണ്ട എന്ന് തുടങ്ങിയ 7 ദേവതകളാണ് ഉള്ളത്. എല്ലാ ക്ഷേത്രത്തിലും ഈ സപ്തമാതൃ പ്രതിഷ്ഠയുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും തെക്ക് ഭാഗത്ത് ഒരു 9 കല്ല് കാണാം. അത് ഗണപതിയും വീരഭദ്രനും ഈ 7 മാതൃക്കളുമാണ്, 7 സപ്തമാതൃക്കൾ. അത് ആണ് കേരളത്തിലെ അടിസ്ഥാനപരമായ ദേവതാ സങ്കല്പം. എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട്. ആ സാധാരണ ക്ഷേത്രങ്ങളിൽ ഇത് ബലിക്കലിന്റെ സ്ഥാനത്ത് മാത്രമേ ഉണ്ടാവും തെക്ക് ഭാഗത്ത്. മാതൃശാലകൾ ഈ 13 കാവുകളിൽ അത് ദേവതാരൂപേണ ചൈതന്യം വർദ്ധിപ്പിച്ച് ഒരു മാതൃശാല എന്ന് പറഞ്ഞ് ദീർഘ ചതുരാകൃതിയുള്ള ശ്രീകോവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും. കൊടുങ്ങല്ലൂരൊക്കെയാണ്. ശരിക്കും കൊടുങ്ങല്ലൂർ ക്ഷേത്രം പോലും ശിവക്ഷേത്രമാണ്. അവിടെ നടുക്കൊരു ശിവനുണ്ട്. ആ ശിവക്ഷേത്രത്തിന്റെ സപ്തമാതൃക്കളാണ് അവിടെ മാതൃശാലയിലുള്ളത്, കൊടുങ്ങല്ലൂർ പോലും. അതിനകത്ത് 7ാമത്തെ ചാമുണ്ടയാണ്. ആ ചാമുണ്ടാദേവി അതിന് ശക്തി വർദ്ധിപ്പിച്ച് പ്രഥമ സ്ഥാനത്ത് മാറ്റി പ്രതിഷ്ഠിക്കുന്നതാണ് ഭദ്രകാളി. ആ ചാമുണ്ടയാണ് ഭദ്രകാളി. കേരളത്തില് ഒരു കാലത്ത് എല്ലാ കുടുംബങ്ങളും സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്തോത്രമായിരുന്നു ദേവീ മഹാത്മ്യം. എല്ലാവരും ദേവീ മഹാത്മ്യം ചൊല്ലുമായിരുന്നു. ദേവീ മഹാത്മ്യം നേരിട്ട് ഈ ദേവതകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സപ്തമാതൃ ദേവിയോട് ബന്ധപ്പെട്ടതാണ്. ഈ 7 മാതൃകളെ പറ്റി അതിനകത്ത് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഏതൊക്കെ ദേവികൾ? ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയ, കൗമാരി രിപുദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി, വാരാഹി ഘനഘോര ഗർഘരമുഖി ദംഷ്ട്രീച വജ്രായുധ, ചാമുണ്ട ഗണനാഥ രുദ്രസഹിത രക്ഷന്തു മാം മാതര എന്ന ആ ശ്ലോകം. ബ്രഹ്മാണി അതിന്റെ 1ാമത്തെ ദേവത. ഈ 7 കല്ലുകൾ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് നോക്കുമ്പോൾ 1ാമത്തെ ദേവത, 1ാമത്തെ കല്ലിലുള്ളത് ബ്രഹ്മാണിയാണ്. ബ്രഹ്മാവിന്റെ ശക്തിയാണ് ബ്രഹ്മാണി. അത് രസം. ബ്രഹ്മാവിന്റെ ശക്തിയാണ്. 2ാമത്തേത് കമലേന്ദു സൗമ്യവദന മാഹേശ്വരി. ശിവന്റെ ശക്തിയാണ് മഹേശ്വരി. 2ാമത്തേത് ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയ കൗമാരി. 3ാമത്തേത് സുബ്രഹ്മണ്യന്റെ ചൈതന്യമാണ് കൗമാരി. 3ാമത് കൗമാരിയാണ്. അപ്പൊ അത് സുബ്രഹ്മണ്യൻ, കുമാരൻ എന്ന സുബ്രഹ്മണ്യൻ. അപ്പൊ ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയ കൗമാരി, രിപുദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി. സുദർശനചക്രം ധരിച്ചിരിക്കുന്ന ദേവത വിഷ്ണുവാണല്ലോ. വിഷ്ണുവിന്റെ ആയുധം സുദർശനചക്രം, ശക്തിയാണ്. അതാണ് വൈഷ്ണവി. അത് ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി. ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി കൗമാരി രിപുദർപ്പനാശ ക്രായുധ വൈഷ്ണവി. വാരാഹി 5ാമത്തേത് വാരാഹിയാണ്. വാരാഹി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശ്രീ ത്രിപുരസുന്ദരിയുടെ സൈന്യാധിപയാണ് വാരാഹി. വരാഹത്തിന്റെ ചൈതന്യം കൂടിയാണ്, പക്ഷെ സ്ത്രീ രൂപമാണ്. അത് ശരിക്കും പറഞ്ഞാൽ
ലളിതാ ത്രിപുരസുന്ദരിയുടെ രണ്ട് ദേവതകളുണ്ട് അതിന്റെ പരിവാരങ്ങളായിട്ട് പ്രധാനമായിട്ട്. ഒന്ന് ലളിതാ മഹാത്രിപുരസുന്ദരിയുടെ പ്രധാനമന്ത്രിയുടെ രാജമാതങ്കയും സൈന്യാധിപയായിരിക്കുന്ന വാരാഹിമാണ്. മനസ്സിലല്ലോ. ദേവിയും അസുരന്മാരുടെ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തെ നിയന്ത്രിച്ച് ദേവീ സംരക്ഷണ യുദ്ധം നിയന്ത്രിച്ച ദേവതയാണ് വാരാഹി എന്ന പ്രത്യേകത. അപ്പൊ ആ ലളിതാ ത്രിപുരസുന്ദരിയുടെ മുഴുവൻ വീരഭാവമാണ് വാരാഹി എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മഹേശ്വരിയിലെ കൗമാരി നിബുധപ്രദാശനകരി ചക്രായുധ വൈഷ്ണവി വാരാഹി ഘനഘോര ഗർഘരമുഖി ദംഷ്ട്രീജ വജ്രായുധ. ഇന്ദ്രന്റെ ആയുധമാണ് വജ്ര. ആ വജ്രമാണ് ഇന്ദ്രൻ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നത്. അതിന്റെ മുഴുവൻ ചൈതന്യവും ആവാഹിച്ചതാണ് ഇന്ദ്രാണി. അപ്പൊ 6 ദേവത. ഏഴാമത്തേക്ക് ചാമുണ്ട. ഇതാണ് ശ്ലോകം. അപ്പൊ ചാമുണ്ടയാണ് ഏഴാമത്തേത്. യുദ്ധത്തിന്റെ ദേവതയാണ്, വിജയത്തിന്റെ ദേവതയാണത്, നേടിയെടുക്കുന്ന ദേവതയാണ്, സമൃദ്ധിയുടെ ദേവതയാണ്. അത് ചാമുണ്ടയുടെ പ്രത്യേകത. ഈ ചാമുണ്ട സങ്കല്പം ഭാരതം മുഴുവനുണ്ട്, എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ ഈ സപ്തമാതൃക്കൾ 7ാമത്തെ ദേവതയാണ് ചാമുണ്ട. ആ ചാമുണ്ടയെ എന്ത് ചെയ്യുന്നു? ദേവിയായിട്ട് പ്രത്യേക 1ാമത്തെ സമയം ഒരു ക്രമം മാറ്റിയിട്ട് 1ാമത് പ്രതിഷ്ഠിക്കുന്നു ഭദ്രകാളി സങ്കല്പത്തെ. ഈ ഭദ്രകാളിയാണ് കേരളത്തിൽ ആരാധിക്കുന്നത്. ആ ഭദ്രകാളി ആരാധന ഗുണം എന്താണ്? ആ ഭദ്ര സ്തുതിക്കുന്ന ഈ തുടർച്ചയായി 2 ശ്ലോകമുണ്ട്. അപ്പൊ ആ ശ്ലോകം ഞാൻ ചൊല്ലാം. ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ലീലയ കൗമാരി രിപുദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി വാരാഹി ഘനഘോര ഗർഘരമുഖി ദംഷ്ട്രീജ വജ്രായുധ ചാമുണ്ട ഗണനാഥ രുദ്രസഹിത രക്ഷന്തമാം വാദൻ ഉദ്ധതൗ മധുകൈടഭൗ മഹിഷാസുരം ച നിഹത്യത ധൂമ്രലോചന ചണ്ഡമുണ്ടക രക്തബീജമുഖാംസ്ഥ ദുഷ്ടശുംഭ നിശുംഭമർദിനി നന്ദിതാമരവന്ദിതേ വിഷ്ടപത്രയ തുഷ്ടികാരിണി ഭദ്രകാളി നമസ്തുതേ. മഹിഷാസുരൻ നശിപ്പിച്ച ദേവതയാണ് ഈ ഭദ്രകാളി. ഉദ്ധതവും മധുകൈടഭന്മാരെ നശിപ്പിച്ചതാണ്. ഉദ്ധതവും മധുകൈടഭവും മഹിഷാസുരം ച നിഹത്യത ധൂമ്രലോചന ചണ്ഡമുണ്ടക രക്തബീജം സംസ്ഥിതം ദുഷ്ടശുംഭനിശുംഭന്മാരെ ദുഷ്ടശുംഭ നിശുംഭമർദിനി നന്ദിതാമര വന്ദിതേ വിഷ്ടപത്രയ തുഷ്ടികാരിണി ഭദ്രകാളി നമസ്തുതേ. ഈ ഭദ്രകാളിയെയാണ് നമ്മൾ കുലദേവത ആരാധിക്കുന്നത്. ആ ആരാധന ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ ഓരോ കുടുംബത്തിനും വീരഭാവം ഉണ്ടായിരുന്നു. ഓരോ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടായിരുന്നു. കേട്ടല്ലോ. ഓരോ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടായിരുന്നു. ഈ ആരാധന വേണ്ട പോലെ നടന്നിരുന്ന കാലത്ത്. ഇത് വിട്ടുപോയതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അപചയം എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡ് കറക്റ്റ്. ശരി, നോക്കാം. ശബ്ദം കുറവില്ല ശ്യാമൻ? ശബ്ദമുണ്ടോ? ശബ്ദം കുഴപ്പമൊന്നുമില്ല. ആവശ്യമില്ല. ശരി, ക്യാമറ മറക്കും. ശരി. അപ്പോ ഇത് ആരാധിച്ച് ഓരോ കുടുംബ ഐശ്വര്യം ഉണ്ടായിരുന്നു. കേരളത്തിലെ ജാതി വ്യത്യാസമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരാധിച്ചിരുന്ന ദേവതയാണ് ഈ ഭദ്രകാളി. ഓരോ കുടുംബ ശേഷി ഉണ്ടായിരുന്നു. എന്താ കാരണം? ഈ ദേവത ആരാധന, ഈ ഭഗവതി ആരാധന എന്ത് നേടിയെടുക്കാൻ കഴിയും? എന്തൊക്കെയാ ഗുണം? 3 കാര്യം മനുഷ്യൻ വിജയിക്കാൻ വേണ്ടത്. ലക്ഷ്മി പ്രധാന സമയേ നവവിദ്രുമാഭം വിദ്യാ പ്രധാന സമയേ ശരദിന്ദു ശുഭ്രം വിദ്വേഷിവർഗ വിജയേപി തമാല നീലാം ദേവീം ത്രിലോക ജനനീം ശരണം പ്രപത്തി. ഒരു മനുഷ്യൻ വിജയിക്കാൻ 3 ഗുണമുണ്ട്. ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം, സമൃദ്ധി ഉണ്ടാവണം. ലക്ഷ്മിയുടെ അനുഗ്രഹം, സമൃദ്ധി എന്ന് പറഞ്ഞാൽ കേവലം പണം മാത്രമൊന്നുമല്ല. ജീവിതം എല്ലാം സമൃദ്ധമായിട്ട് വേണം. സ്നേഹം സമൃദ്ധമായിട്ട് വേണ്ടേ?
സന്താനങ്ങൾ സമൃദ്ധമായിട്ട് വേണ്ടേ? ഇന്ന് എല്ലാ കുടുംബം ദരിദ്രമാണ്. കാരണം അവിടെ കുടുംബാംഗങ്ങളില്ല. എണ്ണം കുറവ് കുട്ടികളുടെ. ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ സമ്പത്താണ്. എന്തിനാ കുലദേവി ആരാധിച്ചിരുന്നത്? സൽസന്താനങ്ങളും സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി കുലദേവി ആരാധിച്ചത്. കുലദേവി മോക്ഷത്തിനൊന്നുമല്ല കുലദേവി ആരാധിക്കുക. ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, സൽസന്താനങ്ങൾ ഉണ്ടാവണം, ധാരാളം ഉണ്ടാവണം, സമ്പത്ത് തുടങ്ങിയ സമൃദ്ധി ഉണ്ടാവണം. അപ്പൊ ഈ ദേവതയെ ആരാധിച്ചാൽ ലക്ഷ്മിയുടെ ഗുണം ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. സ്നേഹം കൊണ്ട്, ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട്, അറിവ് കൊണ്ട് എല്ലാം സമൃദ്ധമാവും. ലക്ഷ്മി കേവലം സമ്പത്തിന് മാത്രം പ്രതീകമല്ല, സമൃദ്ധിയുടെ പ്രതീകമാണ്. അപ്പൊ ആ ഗുണം ഈ ലക്ഷ്മി അത് ആ ദേവതയെ വിദ്രുമാഭാം, വിദ്രുമ നിറത്തിൽ ചുവപ്പ് നിറത്തിൽ ആരാധിച്ചാൽ, ഇത് ചുവപ്പാണ്, ആരാധിച്ചാൽ സമൃദ്ധി ഉണ്ടാവും. വിദ്യാപ്രധാന സമയേ ശരദിന്ദു ശുഭ്ര. ജ്ഞാനവും വിജ്ഞാനമാണ് വിദ്യ. ജ്ഞാനം വിജ്ഞാനങ്ങളാണ്. ജ്ഞാനം എന്ന് പറയുന്നത് തപസ്സിലൂടെ നേടിയെടുക്കുന്ന, വിജ്ഞാനം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ നേടിയെടുക്കണം. പഠിച്ചുകൊണ്ട്, കേട്ടുകൊണ്ട്, രസിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നതാണ് വിജ്ഞാനം. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് സരസ്വതി. സരസ്വതി ഒരു കയ്യിൽ ജപമാലയുണ്ട്, അത് തപസ്സിന്റെ പ്രതീകമാണ്. ഒരു കയ്യിൽ പുസ്തകമുണ്ട്, അത് വിജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഈ ജ്ഞാനവും വിജ്ഞാനവും ഒന്നിച്ച് ലഭിക്കുന്ന ഈ ദേവതയാണ്. അതേ ഗുണം കൂടെ കിട്ടും. ലക്ഷ്മിയുടെ ഗുണം മാത്രമല്ല, സരസ്വതിയുടെ ഗുണം കിട്ടും. കാരണം ഇതിനകത്ത് ബാലഭദ്രയാണ്, ബാലാംബിക വിദ്യയുടെ ദേവതയാണ്. അവൾ ചേർത്താണ് ജപിക്കും. വിദ്വേഷിവർഗ വിജയേപി തമാല നീലം. ഇതൊക്കെ ഉണ്ട്. ശക്തിയില്ലെങ്കിലോ, ഭീരുക്കളായി പോയാലോ നല്ല ഗുണമുണ്ട്. കാരണം ഭദ്രകാളിയുടെ ഗുണം കിട്ടും, കാളിയുടെ ഗുണം. വിദ്വേഷികളുടെ വർഗത്തിൽ നശിപ്പിക്കാൻ ശക്തി നമുക്ക്. ഈ 3 ഗുണങ്ങളും ചേർന്ന് ലഭിക്കുന്ന ദേവതാ സങ്കല്പമാണ് കേരളത്തിൽ ആരാധിക്കുന്ന ഭദ്രകാളി. അതേസമയം ദശമഹാവിധിയുടെ ഭദ്രകാളിയോ അത് മോക്ഷത്തിന്റെ ദേവതയാണ്, കേവലം മോക്ഷത്തിന്റെ ദേവത. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇത് ഭൗതികമായ മുഴുവൻ സമൃദ്ധിയുടെയും ദേവതയാണ് ഈ ഭദ്രകാളി. ഇതിനെ ആരാധിച്ചിരുന്ന കാലത്ത് എല്ലാ കുടുംബം ഐശ്വര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പണ്ട് കാലത്ത് കേരളത്തിലെ ലളിതാ സഹസ്രനാമത്തിന് അടുത്ത കാലത്ത് പ്രാധാന്യം വന്നു തുടങ്ങി. ആ കാലഘട്ടത്തിൽ പോലും ദേവീ മഹാത്മ്യം എല്ലാ വീട്ടിലുണ്ട്. ഐതിഹ്യമാലയിൽ പോലും ദേവീ മഹാത്മ്യവുമായി ബന്ധപ്പെട്ട കഥകളുണ്ട്. അപ്പൊ പണ്ട് കാലത്ത് സ്ത്രീകൾ പോലും ദേവി മഹാത്മ്യം ജപിച്ചിരുന്നു. ഇത് നേരിട്ട് ഈ സപ്തമാതൃക്കളുമായി ബന്ധപ്പെട്ട ദേവതാ സങ്കല്പമാണ് ദേവി മഹാത്മ്യത്തിലുള്ള. അതെല്ലാവരും ജപിച്ചിരുന്നു. കാരണം ഈ ഭദ്രകാളി ഉപാസനയോട് ബന്ധപ്പെട്ടതാണ് ദേവി മഹാത്മ്യം. ലളിതാ സഹസ്രം ത്രിപുരസുന്ദരിയായിട്ട് ബന്ധപ്പെട്ടതാണ്, ലളിതാംബിക ബന്ധപ്പെട്ടതാണ്. അത് നല്ലത് തന്നെയാണ്, മോശമല്ല. പക്ഷെ കേരളത്തിലെ പ്രചാരം കൂടുതലുണ്ടായിരുന്നത് ദേവി മഹാത്മ്യത്തിനാണ്. പക്ഷെ ഇടക്കാലത്ത് എല്ലാം നഷ്ടപ്പെട്ടു. വീണ്ടും പുനരുദ്ധരിക്കപ്പെട്ട സമയത്ത് സഹസ്രനാമ പ്രാധാന്യം വന്നു മാത്രമേ. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ചെയ്യണം. ആ ഉപദേശം തരാം. തുടർന്ന് ദേവീ മഹാത്മ്യം നിങ്ങൾ എല്ലാവരും വാങ്ങി മെല്ലെ മെല്ലെ വായിച്ചു തുടങ്ങണം. അതാണ് എനിക്ക് പറയാം. അതിനകത്ത് അതിന് ആദ്യ ഭാഗം വേണമെങ്കിൽ നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കാം. ആ ദേവി തുടക്കത്തുള്ള ഭാഗം സാധനം ഇതുവരെ എടുക്കാറില്ല, കുലദേവാചാര്യൻ ഇതുവരെ എടുത്തിട്ടില്ല. ഈ പ്രാവശ്യം വേണം അത് തുടങ്ങി വയ്ക്കാം. നിങ്ങളുടെ സാധന മുൻപോട്ട് കൊണ്ടുപോകാൻ കുടുംബത്തിലെ ബലത്തിന് വേണ്ടിയിട്ട് സാധനയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യും, ആലോചിക്കാം കേട്ടത്. അപ്പോൾ പരമാവധി ഞാൻ ഒരാഴ്ച കൊടുത്തിരിക്കാൻ പറ്റില്ല. അടുത്ത രണ്ടാഴ്ച കൊണ്ട് ഭദ്രകാളി മന്ത്രോപദേശം. കാരണം മന്ത്രം ജപിക്കുന്ന സമയത്ത് വിശദമായിട്ട് എങ്ങനെയാണ് ധ്യാനശ്ലോകം എന്നും മുഴുവൻ മന്ത്രം ജപിക്കുവാൻ 8 അംഗങ്ങളോടുണ്ട്. ഈ 8 അംഗങ്ങളും പൂർണ്ണമായിട്ട് ചെയ്തിട്ട് വേണം മന്ത്രം ജപിക്കാൻ. അപ്പോൾ അത് ഉപദേശ രൂപേണ ഈ ആഴ്ച, അടുത്ത ആഴ്ച അതിന് ധ്യാനശ്ലോകം വരെ പറയാം. പിറ്റത്തെ ആഴ്ച മന്ത്രോപദേശമായിട്ട് തരാം, ഉപദേശമായിട്ട്. രണ്ട് ഉപദേശമായിട്ട് തന്നെ തരാം, ഓൺലൈൻ ഉപദേശമായിട്ട് തരാം. ഇത് മന്ത്രം ജപിക്കും ഉപദേശ രൂപേണ വേണം. ഒരു ഗുരു പരമ്പരയുടെ അറ്റത്ത് നിന്ന് നമ്മൾ ഉപദേശം വാങ്ങിക്കാൻ. അതുകൊണ്ട് അത് ആരാണെന്ന് മനസ്സിലാക്കണം. ആ കാര്യങ്ങൾ എന്താണ് മന്ത്രോപദേശം, എന്താണ് ജപിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ അടുത്ത ആഴ്ച ഈ 2 ആഴ്ച വിശദീകരിക്കാം. ശരിക്കും 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യം. ഇപ്പോൾ ഈ കുലദേവതാചാരം, ഗുരുവിൻ്റെ പൂജ, കുലദേവതാ പൂജ പ്ലസ്
ഈ മന്ത്രോപദേശം ഇത്രയാണ് എല്ലാ ക്ലാസ്സും നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു മുൻപോട്ട് പോകാൻ വേണ്ടി പ്രചോദനം നൽകി ആവശ്യമുള്ളവർക്ക് നവാംഗ ആ ദേവി മഹത്വത്തിന്റെ ആദ്യത്തെ പ്രാരംഭ ഭാഗം കൂടി തരാം. അതുകൊണ്ട് വളരെ മാറ്റം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്യും. നമ്മൾ അത് ചെയ്ത് അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് സമയം 8:35 നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാമജപം അവസാനിപ്പിക്കാം. എല്ലാവരും നാമജപം കഴിയുന്നതുവരെ ക്ലാസ് വിട്ടുപോകരുത്, ഇവിടെ തന്നെ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് സങ്കല്പം കഴിഞ്ഞെങ്കിൽ ക്ലാസ് പൂർത്തിയാവുന്നതാണ്. എല്ലാവരും നിവർന്നിരിക്കുക. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോദേവത. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. വാമദേവ ഋഷി പങ്ക്തിച്ഛന്ദ സദാശിവരുദ്രോദേവത. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വക്രതുണ്ട മഹാകായ സൂര്യകോടിസമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരും നിവർന്നിരിക്കുക. ഈ അധ്യയനം നമുക്ക് നമ്മുടെ കുടുംബത്തിനും മുഴുവൻ ഹിന്ദു സമൂഹം ഉപയോഗപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.